So over to Malayalam. Dr. Elizabeth is there and Dr. Hubert De Silva is going to speak in Malayalam. Over to Malayalam. Thank you, Dr. Binduraj. We had a very beautiful English session. Thank you, Dr. Maria Salcedo. Namaskaram. IFPH Zoom session-ന്റെ മലയാളം 96-ാം ദിവസത്തിലേക്ക് സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും സ്വാഗതം. IFPH പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന എല്ലാവർക്കും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് ഏവരെയും IFPH സാദരം ക്ഷണിക്കുന്നു. ഇന്ന് സാധാരണ കണ്ടുവരുന്ന സെഷനിൽ നിന്നും അല്പം വ്യത്യസ്തമായ ഒന്നാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് ഡോക്ടർ ഹ്യൂബർട്ട് ഡി സിൽവയാണ്. അതിഥി എന്ന വാക്ക് അല്പം കടന്നു പോകുമെന്ന് എനിക്കറിയാം. എന്തെന്നാൽ IFPH-ന്റെ ഒരു മുൻനിര സ്വരം തന്നെയാണ് ഡോക്ടർ. IFPH-ന്റെ വളരെ പരിചിതമായ വ്യക്തിത്വമാണ്. IFPH-ന്റെ അവതാരകൻ, മാഗസിൻ എഡിറ്റർ എന്നിങ്ങനെ എല്ലാവർക്കും പരിചിതമാണ്. കഴിഞ്ഞ സൺഡേ കുടുംബ സംഗമത്തിൽ വെച്ച് IFPH-ന്റെ ഏറ്റവും മികച്ച അവതാരകൻ, ദ മോസ്റ്റ് ഇന്നസെന്റ് ആങ്കർ എന്ന പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുകയാണ് ഡോക്ടർ. എന്നും ഒരു പുഞ്ചിരിയോടെ നമ്മെ അഭിസംബോധന ചെയ്യാറുള്ള ഡോക്ടറിനെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഞാൻ ഇന്ന് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഡോക്ടർ ഹ്യൂബർട്ട് ഡി സിൽവ. താങ്ക് യു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാം. ഇന്ന് ഔദ്യോഗികമായി ഈ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് ഡോക്ടർ ഒരു മികച്ച ഗായകനാണെന്ന് എല്ലാവർക്കും അറിയാം. ഡോക്ടറെ ഒരു പ്രയർ സോങ് കേട്ടുകൊണ്ട് തുടങ്ങണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ പ്ലീസ്. ഒരു കോടി മറന്നുപോയി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. വളരെ മനോഹരമായ ഒരു പ്രയർ സോങ്ങിലൂടെ തന്നെ അദ്ദേഹം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഡോക്ടറോട് കൂടെ ഉള്ളത് ചോദ്യോത്തര പരിപാടിയാണ്. എല്ലാവർക്കും ആ പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്യുന്ന പ്രകാരം ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാം, ഡിസ്കഷൻ നടത്താവുന്നതാണ്. സാർ, ഇന്ന് സാർ എങ്ങനെ ഹോമിയോപ്പതിയിലെത്തി? സാറിന്റെ 36 വർഷത്തെ വളരെ പരിചയ സമ്പന്നത എല്ലാം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൂടെ തന്നെ ആവട്ടെ തുടക്കം. തുടങ്ങിക്കോളൂ. എൻ്റെ അച്ഛൻ ഡോക്ടർ ഫ്രാൻസിസ് ഡി സിൽവ ആദ്യമായി കഴക്കൂട്ടത്ത് ഹോമിയോപ്പതിയുടെ ആരംഭം കുറിക്കുന്ന വ്യക്തിത്വമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഇത് കണ്ടാണ് വളരുന്നത്. ഏകദേശം 67 കാലഘട്ടം മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ ഓർമ്മ വെച്ചത് ഏകദേശം 1966 മുതൽ ഓർമ്മയുണ്ട്. അന്ന് മുതലേ ഈ ഹോമിയോ മരുന്നുകൾ കണ്ടു വരികയാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു, വീട്ടിൽ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു പല്ലുവേദന, അച്ഛന് സ്ഥലത്തില്ല. അപ്പോൾ പറഞ്ഞു പല്ലുവേദനയ്ക്ക് മോനെ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. അന്ന് എനിക്ക് അറിയാവുന്ന ഒരു മരുന്നായിരുന്നു പൾസാറ്റില്. ഞാനെടുത്ത് കൊടുത്തു. അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് അസുഖം കുറഞ്ഞു. അവർ വന്നിട്ട് അടുത്ത ദിവസം പറയുകയുണ്ടായി, നിങ്ങളുടെ മോനൊരു മരുന്ന് തന്ന് അതിലെൻ്റെ അസുഖം പല്ലുവേദന കുറഞ്ഞെന്ന്. അങ്ങനെയായിരുന്നു ജീവിതത്തിൽ തുടങ്ങുന്നത്. പിന്നെ അങ്ങനെയായിരുന്നു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. ആ സമയത്താണ് നമ്മളൊക്കെ എല്ലാവരും ഈ MBBS എന്നുള്ള ഒരു നോട്ടമാണല്ലോ. അക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ചില കോളേജ് സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഹോമിയോ കോളേജിലോട്ട് വന്ന് പെടുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏകദേശം എൻ്റെ ചേച്ചി ഡോക്ടറാണ്. ഞങ്ങൾ 5 പേര്, അതായത് അച്ഛൻ, ചേച്ചി, ഹസ്ബൻഡ്, ഞാൻ, എൻ്റെ അനിയന്, അളിയൻ, ഇത്രയും പേര് 5 ഡോക്ടേഴ്സ്, ഹോമിയോ ഡോക്ടേഴ്സ് ഉണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ജനറേഷനിൽ എൻ്റെ അനിയൻ്റെ മകനും ഇതായിട്ട് ഹോമിയോ കഴിഞ്ഞു, MBA ഇത് കഴിഞ്ഞു, BHMS കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ അതുമുതൽ ഞാൻ ഏകദേശം 36 വയസ്സ് വരെ എനിക്ക് സത്യം പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് ഈ പാരസിറ്റമോൾ പറഞ്ഞ ഗുളികയുടെ രുചി പോലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇങ്ങനെ ഞാൻ MSc ഇവിടെ പഠിക്കാനായിട്ട് പോയപ്പോൾ അവിടെ എനിക്ക് വെള്ളമൊക്കെ നമ്മൾ കുടിക്കുന്നത്
നമ്മളിവിടെയൊക്കെ കേരളത്തിൽ വെള്ളമൊക്കെ എല്ലായിടത്തും കുടിക്കും. ഞാൻ അവിടെ പോയി പൈപ്പ് തുറന്ന് സുഖമായിട്ട് തമിഴ്നാട്ടിൽ പോയി വെള്ളമൊക്കെ കുടിച്ചു. അത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ പഠിച്ച MSc പഠിച്ച്. ആ പുള്ളി പറഞ്ഞ്, അയ്യോ ഈ വെള്ളമൊക്കെ കുടിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് പൈപ്പ് വെള്ളമല്ലേ കുടിക്കാമെന്ന് പറഞ്ഞ് കുടിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇതായി ടൈഫോയിഡ് അടിച്ച് ഭയങ്കരമായിട്ട് വയറ്റിളക്കമൊക്കെ പിടിച്ച് അവസാനം കണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവശനായി. അപ്പോഴെനിക്ക് വന്നിട്ട് ഇതൊക്കെ ടൈഫോയിഡ് ആണെന്നൊന്നും എൻ്റെ മനസ്സിലില്ല. കാരണം നമ്മുടെ നാട്ടിൽ ടൈഫോയിഡ് ഒന്നും ഇല്ലല്ലോ, വളരെ റെയറായിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പാരസിറ്റമോൾ ഗുളിക കഴിക്കുന്നത്. അത് എങ്ങനെ ഇരിക്കുമെന്നുള്ള രുചി പോലും ഞാൻ അറിഞ്ഞത്. അപ്പൊ അത്രയും വർഷം അങ്ങനെ കഴിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അലോപ്പതി മെഡിസിൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. പിന്നെ ഇത് ചെയ്യുന്നു. ഞാൻ ഏകദേശം ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കാലഘട്ടം മുതൽ 1981 കാലഘട്ടം മുതൽ തന്നെ ഞാൻ ഹോമിയോ മരുന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ആശുപത്രിയിൽ അച്ഛനില്ലാത്ത സമയത്ത് അച്ഛൻ പറയുന്നത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ രസകരമായ ഒരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ചിരുന്നാലും, രാവിലെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി 6 പേഷ്യൻ്റ് വന്ന് ഞാൻ 6 പേർക്ക് മരുന്ന് കൊടുത്തു. വൈകുന്നേരം ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ അച്ഛനിരിക്കുന്നു. അവർ 6 പേരും ഒരു മരുന്ന് പോലും കഴിച്ചില്ല. അവരതുപോലെ കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് കഴിക്കാമോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ആ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, അവൻ കറക്റ്റായിട്ടുള്ള മരുന്നാണ് തന്നത്. നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കണം. ഓരോരുത്തർക്കും ഡോക്ടർമാരിലുള്ള വിശ്വാസം എത്ര കറക്റ്റായിട്ടുള്ള മരുന്നായിരുന്നാലും. ഇപ്പം ഞാനാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് സേട്ട് സാറ് വന്നിരുന്ന് തീർന്ന ഒരു മനുഷ്യൻ്റെ സേട്ട് സാറിൻ്റെ മരുന്ന് കഴിക്കത്തില്ല. അതുപോലെ സേട്ട് സാറിൻ്റെ അവിടെ നമ്മൾ പോയിരുന്നാലും ആരും നമ്മുടെ മരുന്ന് കഴിക്കത്തില്ല. അത് ജനങ്ങൾക്ക് ഡോക്ടേഴ്സിനോടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ബന്ധം, ഡോക്ടർമാരിലുള്ള ഒരു വിശ്വാസം, ഇത് വിശ്വാസത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇനി ചോദ്യങ്ങളൊക്കെ വരട്ടെ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞിരുന്നാലും അതൊരു ഉത്തരമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചോദിക്കാം. അങ്ങനെ ഡോക്ടർ എങ്ങനെയാണ് ഹോമിയോപ്പതിയിലേക്ക് വന്നത് എന്ന് നമ്മളെല്ലാവരും കേട്ടു. വളരെ രസകരമായ ഒരു കഥ തന്നെയായിരുന്നു ഡോക്ടർ നമ്മൾ പങ്കുവെച്ചത്. ഡോക്ടർ 36 വർഷത്തെ ഈ ചികിത്സാ അനുഭവങ്ങളിൽ നിന്നും എന്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടർക്ക് സമ്മാനിക്കാനുള്ളത് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാമോ? ഞാൻ പല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തുടങ്ങിയ കാലഘട്ടത്തും അപ്പോൾ നമ്മൾക്ക് ഒരു ധാരണയുണ്ട്, നമ്മളാണ് ചികിത്സിക്കുന്നത് എന്നുള്ളൊരു ബലമായൊരു ധാരണ. നമ്മൾ മരുന്ന് കൊടുത്തിട്ടാണ് ആൾക്കാർ സുഖപ്പെടുന്നത്, നമ്മളുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് എന്നുള്ളൊരു വിശ്വാസം നമ്മളെല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസം എനിക്ക് ഒരിക്കൽ തകർക്കപ്പെട്ടു. ഞാനത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മരുന്ന് ഉണ്ടായത് നമ്മളാരും വിചാരിച്ചിട്ടല്ല. ഒന്ന്, ലോകത്ത് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന് ഒരു സെല്ല് എന്താണെന്ന് പൂർണ്ണമായും ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള അറിവ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു സെല്ലിനകത്ത് ഇത്രയേറെ കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യൻ ജന്മം കൊണ്ടതിന് ശേഷം അവനിലൊക്കെ ഒറ്റ സെല്ലിൽ നിന്നാണ് ഈ കണ്ണ്, മൂക്ക്, ചെവി, എല്ലാം, മുടി, എല്ലാ ഭാഗങ്ങളും വരുന്നത്. ഒരു പുതിയൊരു സൃഷ്ടി ലോകത്ത് ഉണ്ടാവുന്നു. അതുപോലെ അതിനു മുൻപ് ആരും ഉണ്ടായിട്ടില്ല, നമ്മളെപ്പോലെ ആരും ഉണ്ടായിട്ടില്ല. ഇതുപോലെ തന്നെ നമുക്ക് ശേഷവും നമ്മളെപ്പോലെ ആരും ഉണ്ടായില്ല. കാരണം നമ്മുടെ ഫിംഗർ പ്രിന്റിന് തുല്യമായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻ്റുള്ള ഒരു മനുഷ്യനും തന്നെ ലോകത്ത് അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഓരോ ഇൻഡിവിജ്വലൈസേഷൻ, നമ്മൾ ഹാനിമാൻ, ഇവിടെയാണ് ഹാനിമാൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഓരോ പേഴ്സണും ഒരു പ്രത്യേക ഐഡൻറ്റിറ്റിയാണ്. ആ പേഴ്സൻ്റേതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടത്, അല്ലാതെ ഒരു ജനറലൈസ്ഡ് ട്രീറ്റ്മെൻ്റ് അല്ല ഒരു പേഷ്യൻറ്റിന് വേണ്ടത്. അതാണ് പറയുന്ന ആ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുന്ന ഹോമിയോപ്പതിയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ആ തിയറി അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ള ഒരു തീം അവരുടെ മനസ്സിൽ രൂപം കൊണ്ടത് കൂടുതലും സ്ക്രിപ്റ്റേഴ്സിൽ നിന്നാണ്. കാരണം അവരുടെ ബേസ് എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിൽ ഉറച്ചത് കൊണ്ടാണ്, ഒരു ഈശ്വരൻ എന്നുള്ള ഒരു വിശ്വാസത്തിൽ അടിയുറച്ചത് കൊണ്ടാണ് അവർക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങളെ കാണാനായിട്ട് കഴിയുന്നത്.
അല്ലാതെ നമ്മൾ നോക്കി തീർന്നല്ലേ. ഇപ്പോൾ ആനയെ നോക്കിയിട്ട് 3 അന്ധന്മാർ നോക്കി ഓരോ ഭാഗം ഇതാണെന്ന് പറഞ്ഞതുപോലെ ആവാത്തത് നമ്മൾ ഇത്രയും 220 വർഷം 25 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഹാനിമാൻ എഴുതിയിട്ടുള്ളതിൽ മാറ്റങ്ങളൊന്നും നമുക്ക് വരുത്താനായിട്ട് കഴിയാതിരിക്കുന്നത് അതിൻ്റെ ആ സ്ട്രോങ് ബേസ് ആയതുകൊണ്ടാണ്. അപ്പോൾ അത് ആണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു മഹത്തായിട്ടുള്ള കാര്യം. ഞാൻ എപ്പോഴും നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ഞാനൊരിക്കൽ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടില്ലായിരിക്കും, പലർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും. എന്നിരുന്നാലും ഞാനൊരു 95 എൻ്റെ കൺമുൻപിൽ നടന്ന ഒരു അത്ഭുതങ്ങൾ ഞാൻ കാണുകയുണ്ടായി. അത്ഭുതങ്ങൾ കാണുക എന്ന് പറഞ്ഞിരുന്നാൽ ഒരു മനുഷ്യൻ പ്രെയർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾ, ഒരു മുടന്തനായ വ്യക്തി എഴുന്നേറ്റ് നടന്നു. കണ്ണ് കാണാതിരുന്നൊരു വ്യക്തി കാഴ്ച പ്രാപിച്ചു. ഇതെല്ലാം ഞാൻ ഒരു അത്ഭുതം പോലെ ഞാൻ കണ്ടു. ഞാൻ അന്നേരം അവിടെ തലകുത്തനെ വീണു. അതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് നമ്മുടെ കഴിവിലാണ് രോഗികൾ സുഖപ്പെടുന്നതെന്ന്. ആ ഒരു വിശ്വാസം തകർക്കപ്പെട്ടു ഒരു സമയത്ത്. അപ്പൊ പിന്നെ അതിനോട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്: എല്ലാവർക്കും ഓരോ തൊഴിൽ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ തൊഴിൽ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക. നിനക്ക് ഉപജീവനത്തിന് ഒരു തൊഴിൽ. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ആ സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു മുമ്പിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു കേസ്, ഒരു 4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി ഏകദേശം ഒരു മാസത്തിലേറെ ആദ്യം അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഭയങ്കര ചുമയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഹോമിയോ ഡോക്ടർ, ഒരു ഹോമിയോ ഡോക്ടർ, ഏതൊന്നല്ല ഒന്നിലേറെ ഹോമിയോ ഡോക്ടർമാർ ചികിത്സിച്ചു. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പ് വരെ നല്ല ചുമയായിരുന്നു. അവർക്ക് നിവൃത്തിയില്ലാതെ, ഇയാളൊരു PWD എഞ്ചിനീയർ ആയിരുന്നു, റിട്ടയർ ചെയ്ത ഒരു 64 വയസ്സായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് ചെറുകുട്ടിക്കാണ്. അയാൾ പറയാണ്, ഈ ഒരു മാസമായി. അപ്പോൾ ഇദ്ദേഹത്തിന് ഹോമിയോയെക്കുറിച്ച് നല്ല അറിവാണ്. അപ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ, ഇദ്ദേഹം വന്നത് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ്. എൻ്റെ അടുത്ത് ഒരു റൂമെക്സ് എങ്ങാണ്ട് വാങ്ങിക്കാനാണ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ മെഡിസിന് ബിസിനസ് ഇല്ല. അപ്പോഴാണ് പിന്നെ അവിടെ പുള്ളി ഇരുന്ന് എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ എന്നൊക്കെ പുള്ളിയുടെ വായിൽ നിന്ന് പല പ്രാവശ്യം വരികയും പറഞ്ഞു, അത് ശരിയാകാത്തതുകൊണ്ടായിരിക്കാം ഇതെന്ന് പറഞ്ഞു. ഞാൻ ട്രീറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത ദിവസം തന്നെ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, കൊച്ചിന് കുറഞ്ഞു. രാത്രി ഒരു 2 മണിയായപ്പോൾ ചെറുതായിട്ടൊന്ന് ചുമച്ചു. പിന്നെ അതിനുശേഷം ചുമച്ചില്ല, രാവിലെയായിട്ടും പ്രശ്നമില്ലെന്ന്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചിരുന്നാൽ, ഓരോരുത്തർ ട്രീറ്റ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. അതാണ് ഈ ഹോമിയോപ്പതിയും മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഹോമിയോ ചെയ്യുമ്പോൾ ഓരോരുത്തർ കാണുന്നതാണ് അവർ ചികിത്സിക്കുന്നത്. ഇപ്പം 100 ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി തീർന്നാൽ 100 ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. അത് കാരണം എന്ന് വെച്ചാൽ അവരുടെ വിഷന് അവരെങ്ങനെ കാണുന്നു, ഒരു രോഗി എങ്ങനെ കാണുന്നു. ഈ പേഷ്യൻറ്റിനെ ഞാൻ കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. കേട്ടിട്ടും നമ്മൾ ചികിത്സിച്ചു. അപ്പോഴത് ഒരു ചികിത്സ. അതിനുശേഷം അദ്ദേഹം 2ാമത്തെ കുട്ടിക്ക് വേണ്ടിയും വന്നു. ഇന്നലെ ആ മനുഷ്യന് വേണ്ടിയും വന്നിരുന്നു മരുന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇത് രൂപം കൊള്ളുന്നത് ഇങ്ങനെയാണ് വിശ്വാസം രൂപം കൊള്ളുന്നത്. ഇപ്പൊ കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചിരുന്നു. പുള്ളിക്ക് കുറച്ച് അലോപ്പതി മരുന്ന് കഴിക്കുന്നുണ്ട്, അത് തുടരണോ വേണ്ടയോ, ഇപ്പൊ ആശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചിരുന്നാൽ, കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ എന്ത് കാണുന്നു, എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളത് ട്രീറ്റ്മെന്റിൽ ഏറ്റവും സഹായകരമായിട്ടുള്ള കാര്യമാണ്. ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ഇതേപോലെ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സെഷൻ. ഡോക്ടർ ഇതേപോലെ വളരെ രസകരമായ കേസുകൾ ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഡോക്ടർ അനുഭവത്തില് വ്യത്യസ്തമാർന്നത് എല്ലാം. ഹാൻഡ് റൈസ് ചെയ്യുന്ന മുറയ്ക്ക് അൺമ്യൂട്ട് ചെയ്ത് തരുന്നതാണ്. അപ്പൊ ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ രാജൻ KK ആണ് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ചോദ്യം ചോദിക്കാനൊന്നുമില്ല. ഞാൻ ഫാമിലി ഡോക്ടർ ഹ്യൂബർട്ടിനെ 3 കൊല്ലമായിട്ട് സ്ക്രീനിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അദ്ദേഹത്തെ വൈപ്പിൻ ഫാമിലി മീറ്റിൽ ലൈവായിട്ട് കാണാൻ പറ്റി, ജീവനോടെ കാണാൻ പറ്റി. അത് തന്നെ സന്തോഷം. ഞാൻ അന്നത്തെ കാഴ്ച ഇന്ന് ഓർക്കുന്നു.
പലരും സ്ക്രീനിൽ കണ്ട മുഖമല്ല അന്ന് നേരിൽ കണ്ട പലരുടെയും. ആദ്യം തന്നെ നമ്മളെ യഹിയനെ കണ്ടപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ മനസ്സിൽ കണ്ടത് യഹിയല്ലായിരുന്നു അവിടെ. അതാ മനോജ്, ഡോക്ടറും ധനേഷ്, ഇസ്മയിൽ സേട്ടും ഒക്കെ ഒറിജിനൽ രൂപത്തിൽ തന്നെ കണ്ടു. എന്നെ കണ്ടത് തന്നെ പലരും ചോദിച്ചു, ഡോക്ടർ ഇത്ര മെലിഞ്ഞ ആളാണെന്ന് ഇതുവരെ ആരും, നല്ല തടിയുള്ള ആളാണ് എന്നൊക്കെയാണ് അവരുടെ കണക്കൂട്ടൽ. അതൊരു അനുഭവം. ഹ്യൂബർട്ടിന്റെ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. അന്ന് കണ്ണട ഇല്ലാതെയായിരുന്നു ഹ്യൂബർട്ടിനെ കണ്ടത്. ഹ്യൂബർട്ടും ഒറിജിനൽ രൂപത്തിൽ തന്നെയായിരുന്നു. ഏതായാലും ഈ കുറെ അനുഭവങ്ങളൊന്നും പങ്കുവെക്കാനുണ്ട്. അതിൽ ഇത് അതിനുള്ള വേദിയല്ല. ഏതായാലും അടുത്ത ആൾക്ക് സംസാരിക്കാൻ ഞാൻ വേണ്ടി വേദി വിടുന്നു. നമസ്കാരം ഡോക്ടർ. എന്തായാലും ഡോക്ടർ രാജൻ ഡോക്ടർ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നമുക്ക് വളരെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. ധാരാളം പേര്, കാരണം ഇത് പറയും പോലെ ഈ ക്യാമറയ്ക്ക് പിന്നിലുള്ളവരെ നമ്മളെ കാണുന്നില്ല, നമ്മളെ കുറച്ചു പേരെ എല്ലാവരും കാണുന്നു, നമ്മളെ ആരും കാണുന്നില്ല. വളരെ വിചിത്രമായ ഒരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഹ്യൂബർ ഡോക്ടർ വളരെ വിശദമായിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഹനുമാന്റെ ഒരു സ്റ്റാൻഡ് ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഹനുമാൻ എപ്പോഴും പറഞ്ഞത്, God permitted me within the space of time to discover the cause of chronic diseases. ഹോമിയോപ്പതി is the gift of God. അപ്പൊ അവിടെ നമ്മൾ വേദാന്തത്തിൽ പറയും ഈ കർത്തൃത്വം ഇല്ലെന്ന് പറയും. അതുകൊണ്ടാണ് നമ്മുടെ ഈ അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്ന് പറയുന്നത്. കിളി കഥ പറയുന്നതായിട്ടാണ്. ഞാനാണ് ചെയ്തത് എന്നൊരു കാര്യം ഞാൻ അവകാശപ്പെടുമ്പോൾ അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഞാൻ ചുമക്കേണ്ടി വരും. ഈ ചികിത്സിക്കുന്ന ഡോക്ടർമാരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഒരു അഹങ്കാര ഭാവത്തോടെയാണ് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അതിന്റെ മറുവശം കൂടെ നമ്മൾ അറിയിട്ടുണ്ട്. അപ്പൊ അത് ഹ്യൂബർ ഡോക്ടർ പറഞ്ഞ വളരെ ശ്രദ്ധേയമായ, വളരെ തമാശ രൂപത്തിലാണ് ഹ്യൂബർ ഡോക്ടർ പറഞ്ഞതെങ്കിലും നമുക്കറിയാം പല ഡോക്ടർമാരും അവരുടെ ഏതാണ്ട് ഈ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ ചെയ്തു എന്നൊരു ഭാവത്തോടുകൂടി സമീപിക്കുകയാണ് തീർച്ചയായിട്ടും അതിന്റെ ബാക്കി ഇവിടെ നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ ഡോക്ടർ ഹ്യൂബർട്ട് ഈ പറഞ്ഞല്ലോ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ത് തരം കേസാണ് ഹ്യൂബർട്ട് ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്? ഞാൻ കൂടുതലും കാർഡിയോളജിയാണ്. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം അവിടെ അങ്ങനെ പാഷൻ ഉണ്ടാവാൻ കാരണം എന്തെങ്കിലും? പാഷൻ ഉണ്ടാകാൻ കാര്യം എന്താന്ന് വെച്ചിരുന്നല്ലോ, എനിക്ക് കൊച്ചിലെ നെഞ്ചുവേദന നന്നായിട്ട് വരുമായിരുന്നു. കാലില് നീരും കാലില് നീരല്ല, കാല് വേദന ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ എൻ്റെ ചേച്ചി എനിക്കൊരു മരുന്ന് തന്നു. അതായത് സ്പൈജീലിയ. അത് കഴിച്ച് അതോടുകൂടി ആ കാലിൽ വന്ന് കുറച്ച് നീര് വന്നു, കാലിൻ്റെ അടിയിൽ. എന്നിട്ട് നീര് വന്ന് തീർന്നതിന് ശേഷം അതങ്ങ് മാറി. അതിനുശേഷം അത് ഭയങ്കരമായിട്ട് എനിക്ക് അതൊരു റിലീഫ് കിട്ടി. ഭയങ്കരമായിട്ടുള്ള റിലീഫാണ്. അതിനുശേഷം പിന്നെ അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ എന്താ പ്രശ്നം വരുമ്പോൾ എനിക്ക് ചില ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് പുകവലിക്കുമായിരുന്നു, അറിയാമല്ലോ. ഭയങ്കര പുകവലിക്കാരനായിരുന്നു. ഒരു കാലത്ത് ദിവസം 40-50 ഒക്കെ വലിക്കുമായിരുന്നു. അന്ന് രാഷ്ട്രീയം ഉണ്ടായിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ കൂടപ്പുറപ്പാണല്ലോ ഈ പുകവലിയുടെ. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര പുകവലിയായിരുന്നു. കെട്ടുകണക്കിനാണ് വാങ്ങിച്ചു വെച്ച് വലിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കോട്ട തീർന്നു ഒരു സമയമായപ്പോൾ. അത്രയേറെ പ്രോബ്ലം ഉണ്ടായി. പിന്നെ ഞാൻ അതങ്ങ് നിർത്തി തീർന്നതിന് ശേഷം പിന്നെ ഈ ബെർണാഡ് ഷാ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ബെർണാഡ് ഷായുടെ അടുത്ത് ആരോ ചോദിച്ചെന്ന്. അദ്ദേഹം വലിയ പുകവലിക്കാരനായിരുന്നു. പുകവലി നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടൻ പറഞ്ഞു, ഇറ്റ് ഈസ് സിമ്പിൾ, നമുക്ക് സുഖമായിട്ട് നിർത്താൻ പറ്റും. ഞാൻ എത്രയോ തവണ നിർത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമല്ലോ, എത്രയോ തവണ ഞാൻ നിർത്തിയിരിക്കുന്നു. അപ്പൊ പിന്നെ അതിനുശേഷം തൊട്ടടുത്ത് തന്നെ അത് തുടരുമായിരുന്നു. അപ്പൊ അതാണ് അതിനുശേഷം പിന്നെ ഞാൻ ആ പുകവലി നിർത്തിയതിന് ശേഷം പിന്നെ മെഡിസിനൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെയാണ് ഞാൻ ഹാർട്ടിനെ കുറിച്ചും ബ്ലഡ് വെസലിനെ കുറിച്ചും കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ഇടയായത്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കുന്നത്. പിന്നെ അതിന് സത്യം പറഞ്ഞിരുന്നാൽ ഞാൻ അന്നത്തെ കാലത്ത് അന്ന് ECG ആയിരുന്നു ഏറ്റവും വലിയൊരു, നമ്മുടെ 80s ECGയും എക്സ്റേയും ആയിരുന്നു ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ. അപ്പൊ അന്ന് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോയിരുന്ന് ഞാൻ ഈ ECGയെ കുറിച്ച് ഒരു 2 മാസം കൊണ്ട് ഇരുന്ന് ശരിക്കും അങ്ങ് പഠിച്ചു തീർന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ, പിന്നെ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഈ കാലഘട്ടത്തിലോട്ട് വന്നിരുന്നപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു, ഒരു വീഡിയോ എടുത്തിട്ട് 5 മിനിറ്റ് കൊണ്ട് പഠിക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അന്ന് 2 മാസം കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചത്. ഇന്ന് വളരെ ഈസിയാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വളരെ ഈസിയാണ്. ഒരുപാട് വീഡിയോസ്
കിട്ടും. നമുക്ക് വീഡിയോസ് എടുത്ത് നോക്കി തന്നെ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ വളരെ ഈസിയാണ്. അന്ന് നമ്മൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുമായിരുന്നു. ഒരു ബുക്ക് ബ്രിട്ടീഷ് ലൈബ്രറി ഇപ്പോൾ ഒരു ബുക്ക് എടുത്ത് വായിച്ച് കൊണ്ടുവന്ന് വെച്ച് വീട്ടിൽ വന്ന് വരുന്ന വായിച്ച് 100 പേജ് വായിക്കുമ്പോഴായിരിക്കും അതിൽ നിന്ന് 2 വരി കിട്ടുന്നത്. ഇന്ന് അങ്ങനെയല്ല. നമ്മൾ കൊട്ടിയ ഉടൻ സാധനം ഇങ്ങനെ നമ്മുടെ മുൻപിൽ വരികയാണ്. ഇപ്പോൾ പലപ്പോഴും ധനേഷ് ഡോക്ടർ വിളിച്ചിട്ട് ചോദിക്കും, ഡോക്ടറെ ഇന്ന് ഒരു ഒപ്പിയാ, എന്തെങ്കിലും ഒന്ന് ഒപ്പിയാ. അപ്പോൾ ഞാൻ പറയും, ശരി നോക്കട്ടെ. അപ്പോൾ ഏത് സബ്ജക്റ്റ് വേണം? അപ്പോൾ ഞാൻ എടുത്ത് ചോദിക്കുന്നില്ല, ഏത് സബ്ജക്റ്റ് വേണം? അപ്പോൾ നോക്കുമ്പോൾ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് സംസാരിച്ചത് നോക്കും. എന്നിട്ട് നോക്കിയിട്ട് ഞാൻ പറയാം ഇന്ന സബ്ജക്റ്റ് എടുക്കാം, ഇന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായാലും സബ്ജക്റ്റ്. അന്ന് പിന്നെ ഇരുന്ന് സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് 1-2 മണിക്കൂർ കൊണ്ട് സ്ലൈഡ് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കിയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അത് ഒരു ഇന്നത്തെ ഇതിന്റെ ഒരു അഡ്വാൻസ്മെന്റ് ആണ്, ഏറ്റവും വലിയ അഡ്വാൻസ്മെന്റ്. അതെ, വളരെ ശ്രദ്ധേയ ഒരു കാര്യം. ഹ്യൂബർട്ട് ഡോക്ടർ വളരെ അക്കാര്യത്തിൽ അപ്ഡേഷനിൽ വളരെ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഈ ഇത്രയൊരു അവസ്ഥയിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നു. പിന്നെ പറഞ്ഞ എന്റെ സീനിയർ ആയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഹ്യൂബർട്ട് ഡോക്ടർ വേറൊരു മുഖം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഇന്നസെന്റ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ഉള്ളോടൊരു ചിരിക്കുകയാണ് ചെയ്ത്. പറഞ്ഞക്ക് അനന്തമജ്ഞാതം ആവർണനീയം മനുഷ്യന് കഥയെന്ന് അറിഞ്ഞു എന്ന് ചോദിക്കും പോലെയാണ്. അതുപോലെ ഈ കാർഡിയോളജി വേറെ കാര്യമുള്ളത്, ഹൃദയങ്ങളായിരം കീറി മുറിച്ച് ഞാൻ ഹൃദയത്തിന് തത്വം പഠിക്കാൻ കൊത്തിമുറിച്ച് ഞാൻ. എനിക്ക് ഹോമിയോപ്പതിയിൽ ഹൃദയങ്ങളെ കൊത്തി മുറിക്കാതെ ഹൃദയത്തിന്റെ തത്വം പഠിക്കാൻ പറ്റും. അത് തന്നെ ഹോമിയോപ്പതിയുടെ വിജയം. എന്തായാലും വളരെ സന്തോഷം യുവ ഡോക്ടറോട് സംസാരിച്ചത്. നമുക്ക് കുര്യൻ കുരുവിള സാറിനെ വിളിക്കാം. ഡോക്ടറെ, നമ്മുടെ അതിഗായകനാണ്. എനിക്ക് തോന്നി കഴിഞ്ഞ ഈ പ്രോഗ്രാമിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം കുര്യൻ സാർ നേരിട്ട് കണ്ടതാണ്. ഗായകനും ഒരു സകല കലാ വല്ലഭ കുര്യൻ സാർ. സാറേ, ഞാൻ വന്നത് ഡോക്ടർ രാജൻ പറഞ്ഞ കാര്യം ഓർത്തിട്ടാ വന്നത്. രാജൻ പറഞ്ഞല്ലോ നേരിട്ട് കണ്ടപ്പോ ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും അർത്ഥം പറ്റിയത് മനോജ് ഡോക്ടറെ കണ്ടപ്പോ തന്നെയാണ് സംഭവിച്ചത്. കാരണം ഈ സ്ക്രീനിൽ കാണുമ്പോൾ ഒത്തിരി വലിപ്പമുള്ള മനുഷ്യനായിട്ട് തോന്നും. അന്നേരം നേരിട്ട് കണ്ട മനോജനെ കണ്ടു. പക്ഷെ ഈ ചിരി നല്ലപോലെ എനിക്ക് നല്ല ഇതുണ്ട്. പക്ഷെ എന്റെ വൈഫ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു മനോജാന്നുള്ളത്. ഞാൻ മനോജാന്ന് മനസ്സിലാക്കുന്നത് സ്റ്റേജിൽ മനോജിന്റെ ഫേസ് കേറുമ്പോഴാണ് അയ്യോ എനിക്ക് മണ്ടത്തരം പറ്റിയല്ലോ മനോജാന്ന് അന്നേരമാണ് എനിക്ക് തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ ഹ്യൂബർട്ട് ഡോക്ടർ ഇത്ര ചെറുപ്പക്കാരനാന്നുള്ളത് അന്നേരം നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത്. നമ്മളെ വൈഫിൻ മീറ്റിങ്ങിന് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടായി. സാറ് ഞാന് അപ്പൂപ്പനാണ്, 2 ചെറുമക്കളുണ്ട്. അത് ഇത്ര ചെറുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അടുത്ത വർഷം ഷഷ്ടിപൂർത്തി ആഘോഷിക്കാനുള്ളതാണ്. ഏതായാലും അതൊരു കൂടിക്കാഴ്ച വളരെ നല്ലതായിരുന്നു. വളരെ നമ്മളെ ദിവസം കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോഴാണല്ലോ മനുഷ്യന്റെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവും. ഞാന് സത്യം പറഞ്ഞിരുന്നാല് ഞാന് സാറിനെ കുറിച്ച് ഞാൻ വിചാരിച്ചിരുന്ന പൊക്കമൊന്നും അധികം ഇല്ലാത്ത മനുഷ്യനാണ്. അവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും പൊക്കവും തടിയും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണെന്നുള്ള കാര്യം. എന്നാൽ ഞാന് മറ്റേ ഈ ജോസ് പോൾ സാറിനെ കുറിച്ച് വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നാല്, ഡോക്ടറിനെ കുറിച്ച് വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞിരുന്നത് ഞാൻ വിചാരിച്ചു നല്ല പൊക്കമുള്ള ഒരു 6 അടി പൊക്കമൊക്കെ വരുമായിരിക്കും, മെലിഞ്ഞൊരു മനുഷ്യനായിരിക്കും. നോക്കി ജോസ് പോൾ ഡോക്ടറെ കണ്ടപ്പോഴും ചെറിയ മനുഷ്യനാണ്. ജെയിംസ് പോൾ സാർ. നമ്മൾ ഈ ചെറിയ സ്ക്രീനെ കാണുമ്പോ വലുപ്പമായിട്ട് തോന്നുന്നതാണ്. നമ്മുടെ ഫുൾ സൈസ് ഇവിടെ കാണുന്നില്ലല്ലോ. അതെ അതെ. ഏതായാലും വളരെ നന്നായിരുന്നത്. ക്ലാസ് നന്നായിരുന്നു. സംസാരിക്കാനുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, ഒരു ചോദിക്കാനുള്ളത്, കാർഡിയോളജി കേസസ് ആണ് കൂടുതൽ ഡോക്ടർക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോ 1-2 കേസൊക്കെ നമ്മളോട് ഡോക്ടർ അനുഭവത്തില് വളരെ ഇതായി തോന്നിയിരിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടോട് കൂടി ഡോക്ടറെ സമീപിച്ച ഏതെങ്കിലും കേസസ് ഉണ്ടെങ്കിൽ? കേസുകളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചികിത്സിച്ച് മാറ്റിയതാണ് എനിക്ക് പറയാനുള്ളത്. പലരും വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ട് നമ്മൾ വളരെ പെട്ടെന്നാണ് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയുന്നത്. കാരണം എന്ന് വെച്ചിരുന്നാൽ
ഏതാനും ഞാൻ പറയുമ്പോൾ ഇതായിട്ട് തോന്നരുത്, ഏതാനും മിനിറ്റുകൾക്കകത്ത് നമുക്ക് നല്ല റിലീഫ് കൊടുക്കാൻ പറ്റും കാർഡിയോളജി. ഞാൻ നോക്കിയിട്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു 3-4 കേസ് ഉണ്ട്. 3-4 കേസ് വളരെ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന കേസുകളൊക്കെ വളരെ 1-2 ദിവസം കൊണ്ടൊക്കെ തന്നെ പെട്ടെന്നൊക്കെ അവരുടെ ശരീരമൊക്കെ ഒന്ന് തളരും. എന്നിരുന്നാൽ തന്നെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിരുമ്പോൾ തന്നെ അവർ പയ്യ ഫോം ചെയ്ത് വരും. ഒരിക്കൽ ഞാൻ കോഴിക്കോട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ കോഴിക്കോട് വെച്ച് ഒരു 74 വയസ്സ് സ്ത്രീയാണ്, വയസ്സായ പാവപ്പെട്ട സ്ത്രീയാണ്. ഇവർ പെട്ടെന്ന് ഇങ്ങനെ കഴുത്തും പിടിച്ച് വേദന എടുത്തിട്ട് ഇങ്ങനെ വന്നു കയറുന്ന ഉടനെ എനിക്ക് മനസ്സിലായി സ്ട്രോക്ക് ആണെന്ന് മനസ്സിലായിട്ട് ഉടനെ ഞാൻ മരുന്ന് കൊടുത്തു. ഇത് ഞാൻ പറയുന്ന 91 കാലഘട്ടത്തിലാണ്. അപ്പോൾ മരുന്ന് കൊടുത്തു തീർന്നതിന് ശേഷം ഞാൻ പറഞ്ഞ് ഇവര് പാവങ്ങളല്ലേ, അറിയാമല്ലോ, നമുക്കറിയാലോ ഹോസ്പിറ്റലിൽ പോയി തീർന്നാൽ കോഴിക്കോടെന്ന് പറഞ്ഞാൽ ഈ പേരാമ്പ്ര അടുത്തുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഞാനൊരു കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സ്ട്രോക്കാണ് സംഭവം, ആള് നമുക്കറിയാമല്ലോ 1-2 ആഴ്ചക്കകത്ത് വിശേഷം ഈ പ്രായത്തിലൊക്കെ വന്നിരുന്നല്ലോ. ഞാൻ പറഞ്ഞു ഏതായിരുന്നാലും നിങ്ങൾ ഞാൻ തരുന്ന മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുക, അവിടെ പോയി തീർന്നാലും അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ പോയതുപോലെ തന്നെ അവർ പോയപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ രക്ഷയില്ല, വീട്ടിലോട്ട് കൊണ്ടുപോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു. പക്ഷെ ഒരു 3-4 അവർ തളർന്നു, ഒരു സൈഡ് തളർന്നു. ഒരു 4 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ അവർ പയ്യെ അവർ എഴുന്നേക്കാനായിട്ട് തുടങ്ങി. പിന്നെ ഒരു 1-1.5 ആഴ്ച 2 ആഴ്ചയൊക്കെ ആയില്ലെന്ന് തോന്നുന്നു. അതിനു മുൻപ് തന്നെ അവരെല്ലാ ജോലിയും ചെയ്യാനും ശരിയാവുകയും ചെയ്തു. ഇതൊരു കേസ്. അടുത്ത ഒരു 2 വർഷമാവും. 2 വർഷത്തിന് മുമ്പ് മറ്റൊരു കേസ് വന്നു. അത് ഇതുപോലെ ഒരു സ്ട്രോക്ക് വന്നിട്ട് പെട്ടെന്ന് അയാളെ തൂക്കിയെടുത്തിട്ടാണ് വന്നത്. 80 വയസ്സായ ഒരു മനുഷ്യനാണ്, ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ വന്നു തീർന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്ട്രോക്കാണ്, ആള് വല്ലാത്ത അവസ്ഥയിലൊക്കെയാണ്. ഇദ്ദേഹം ചെവി കേട്ടൂടാ. 80 വയസ്സുണ്ടെങ്കിലും ഈ സമയത്തും പ്ലാവിലൊക്കെ കയറുമായിരുന്നു, ഇയാൾ സൈക്കിൾ ചവിട്ടുമായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ, നല്ല ആരോഗ്യ ദൃഢഗാത്രനാണ്, പക്ഷെ ചെവി കേട്ടൂടാ, ഒട്ടും ചെവി കേട്ടൂടാ. അപ്പം ഞാൻ ചികിത്സിച്ച് ഏകദേശം 1 മാസം കൊണ്ട് അദ്ദേഹം നോർമലായി. ഇത് കഴിഞ്ഞിരുന്നപ്പോൾ ഇദ്ദേഹം ഈ തിരക്കേറിയ റോട്ടിൽ കൂടെ ഇദ്ദേഹം സൈക്കിളും ചവിട്ടി എൻ്റെ ആശുപത്രി വന്നു. ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, കാരണം ഇയാളുടെ ഒന്നാമത് ചെവി കേട്ടൂടാ. ഈ തിരക്കേറിയ റൂട്ടിൽ കൂടെ ഇദ്ദേഹം മലയും അവിടെ ഒരു ഇത്തിരി കുന്നും പ്രദേശമാണ്, അതുവഴി ഇദ്ദേഹം ചവിട്ടി നേരെ വന്നു. ഞാൻ നല്ല വഴക്ക് പറഞ്ഞു, പിന്നെ അതിനുശേഷം അയാളെ കണ്ടിട്ടില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ശേഷകാരനൊരു പയ്യനുണ്ടായിരുന്നു, ഒരു നെഫ്യൂ. അപ്പൊ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, പറഞ്ഞ വേറൊരു രീതിയിലാണ്. ഡോക്ടറെ എന്താണ് അസുഖം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു, ഇന്നാണ് അസുഖം. അതിന് ഡോക്ടർ ടെസ്റ്റ് ഒന്നും ചെയ്തില്ലല്ലോ, ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരു ടെസ്റ്റും ചെയ്തില്ല, ഈവൻ ഒരു ബ്ലഡ് ടെസ്റ്റ് പോലും ചെയ്തില്ലല്ലോ, പിന്നെ ഇതെങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ ഡോക്ടറിന് എന്തോ ദിവ്യത്വം ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ പലപ്പോഴും പല കേസും നമ്മൾ പഠിക്കുന്നത് നമ്മൾ ആളെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അത് ഒരു രൂപം കൊള്ളും. ഞാൻ ഈ സമയത്ത് ഞാൻ എൻ്റെ ഒരു കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഉള്ള ഒരു അനുഭവം ഞാൻ ഈ സമയത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം ഞാൻ ക്ലിനിക്സിന് പോകുമ്പോൾ അവിടെ ഒരു ഉണ്ണികൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു റൂറൽ അലോപ്പതി ഹോസ്പിറ്റലാണ്. അന്ന് അലോപ്പതി ഹോസ്പിറ്റലിൽ നമുക്ക് ക്ലിനിക്സ് ഒക്കെ അലോപ്പതി ഹോസ്പിറ്റലാണ്. അപ്പോൾ ആ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് കേസ് എടുക്കാൻ പറഞ്ഞു. ഒരു കേസ് എടുക്കാൻ പറഞ്ഞതിന് ശേഷം നമ്മൾ അറിയാമല്ലോ, നമ്മുടെ രീതിയിൽ തല, ഹെഡ് ടു ഫുട്ട് എല്ലാ സിംറ്റവും ഒക്കെ എഴുതി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, വാട്ട് ഈസ് എ കേസ്? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇതാണ് കേസ് എന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് നോട്ട് ദ കേസ്, ഇറ്റ് ഈസ് ഓൺലി സം സിംറ്റംസ്. പുള്ളി പറഞ്ഞാണ്, ഇറ്റ് ഈസ് ഓൺലി സം സിംറ്റംസ്, എ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് യു ഹാവ് റിട്ടൺ. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ്, ഇതാണ് നിങ്ങൾ കുറച്ച് സിംറ്റമാണ് എഴുതി വെച്ചത്, ഇറ്റ് ഈസ് നോട്ട് ദ കേസ്. കേസ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അപ്പോൾ നമുക്ക് അതൊരു വലിയൊരു പുള്ളി ഒരു MBBS ഡോക്ടറാണ്, വളരെ സീനിയർ ഡോക്ടറാണ്. അപ്പോൾ പുള്ളി അന്നേരം ഞങ്ങളെ പറഞ്ഞ് ഓരോ ഭാഗമായിട്ട് നോക്കാനായിട്ട് പറഞ്ഞു, ആ ശരീരത്തിൻ്റെ ഓരോ ഭാഗം. അദ്ദേഹം നോക്കിയപ്പോഴാണ് നമ്മൾ കാണുന്നത് വിരൽ കുറച്ച് മുറിച്ചിരിക്കുന്നു, വിരലില്ല, കറുത്ത രൂപം, ടാറടിച്ച പോലത്തെ രൂപം. എന്നിട്ട് ഡോക്ടർ ചോദിച്ചു, വെളിയിൽ പോയാന്ന് ചോദിച്ചു. ചൂടായിട്ടാണ് ഡോക്ടർ ചോദിച്ചു, വെളിയിൽ പോയാന്ന് ചോദിച്ചു. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, പോയി. വീടി വലിച്ചില്ലേ? വലിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതാണ് TAO, ത്രോംബോ ആൻറ്റൈറ്റിസ് ഒബ്ലിറ്ററാൻസ്. ഇദ്ദേഹത്തിൻ്റെ സിംപതക്ടമി, പാരാസിംപതക്ടമി, ഇങ്ങനെ കുറച്ച് നെർവൊക്കെ കട്ട് ചെയ്തു, വിരൽ കട്ട് ചെയ്തു,
ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പോഴാണ് നമ്മൾ ഒരു കേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് നോക്കേണ്ടത്. ഒരു കേസ് നമ്മൾ വന്നു തീർന്നാൽ ആദ്യം അല്ലാതെ നമ്മൾ കുറേ സിംറ്റം എഴുതി വെച്ച് കേസെടുക്കുന്നതല്ല ഒരു ഡോക്ടറുടെ ജോലി. അതാണ് ലേമാൻ ചെയ്യുന്ന ലേമാൻ മെഡിസിൻ കൊടുക്കുന്നതും ഒരു ഡോക്ടർ കൊടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇപ്പൊ എല്ലാവരും പറയും, ഓ മെഡിക്കൽ സ്റ്റോറുകാരന് എല്ലാ മരുന്നും അറിയാം, ശരിയാണ്. പക്ഷെ 100 മരുന്ന് അറിയാം, അവൻ ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്ത് ഒരാൾ മറിഞ്ഞു വീണു, അവൻ അറിയാം എന്ത് പറ്റിയെന്ന്. അവിടെയാണ് ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് സത്യം പറഞ്ഞു പറഞ്ഞാൽ ഹോമിയോ മെഡിസിൻസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഞാൻ വളരെ മൈന്യൂട്ട് ഡോസാണ്, ഞാൻ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്, മരുന്ന് വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. കുറച്ചെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ എൻ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ ഉണ്ട്, എന്നിരുന്നാൽ തന്നെ വളരെ കുറച്ച് മെഡിസിൻസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് ഞാൻ ഇത് പറയാൻ കാരണം മറ്റൊരു ഡോക്ടർ ഇതുപോലെ വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ചന്ദ്രബോസ് എന്ന് പറയും, മണക്കാട് ചന്ദ്രബോസ് എന്നാണ് പറയുന്നത്. ആ ഡോക്ടറുടെ ഒരു ട്രീറ്റ്മെന്റ് ഞാൻ സെക്കൻഡ് ഇയറിൽ വെച്ച് കണ്ട എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ചില ഡോക്ടേഴ്സ് നമ്മുടെ ഹൃദയത്തിൽ വളരെയേറെ എത്ര കാലം കഴിഞ്ഞാലും മറക്കാൻ കഴിയാത്ത ചില ഡോക്ടേഴ്സ് ഉണ്ട്. ആ ഡോക്ടർ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു കൊച്ചു മുറിയാണ്, വളരെ കൊച്ചു മുറിയാണ്, ഡോക്ടർ കയറിയിരിക്കാൻ പറ്റത്തില്ല, അത്രയും സാധനങ്ങളാണ്, അതിനകത്ത് നിറച്ച് മെഡിസിൻസ് ആണ്. അപ്പൊ ആ ഡോക്ടർ ഒരു ദിവസം ഞാൻ ആ ഡോക്ടർ മുറിയിലോട്ട് പോയപ്പോൾ ആ റൂമിൽ വന്നപ്പോൾ കട്ടിലും എല്ലാം കൂടെ ആകെ നിൽക്കാനും ഇരിക്കാനും സ്ഥലമില്ല, അത്രയും ഉള്ളൊരു കൊച്ചു റൂമിൽ ഡോക്ടർ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ കാണാം ഒരു മൂക്കളയൊക്കെ പറ്റി, അതായത് മൂക്കിനകത്തുനിന്ന് എന്തോ പറ്റിയ ഒരു സാധനം അവിടെ കിടക്കുന്നു, തറയിൽ നിറച്ച് മൂക്കളയും പറ്റി. അപ്പോൾ ഡോക്ടർ പറയാണ്, ഓ ഒരു കൊച്ചു മൂക്കിനകത്ത് അടിച്ചു കയറ്റി വെച്ചിരുന്നു, അത് എടുത്ത് അവിടെ കിടക്കുന്നു. അപ്പോഴാണ് ഒരു ലോറി കൊണ്ടുവന്ന് നിർത്തി ഒരാളെ തൂക്കിയെടുത്ത് ആൾക്കാർ കൊണ്ടുവന്നു. നോക്കിയപ്പോൾ കാണാം ഏകദേശം കാലിൻ്റെ മറ്റേ ഇതിന് ഫീമർ ഈ കാല് ആ അടിയിൽ മൊത്തം അങ്ങറ്റം ഒരു കീറി ഇങ്ങനെ ഇത് വീണ് കരിങ്കല്ല് കീറിപ്പോയി, വലിയൊരു നീണ്ട ഊണ്ട്. അപ്പൊ ഡോക്ടർ ആ മനുഷ്യന് ഒരു മരുന്ന് ഒഴിച്ചു കൊടുത്തു, എന്തോ ഒരു മരുന്ന്. അപ്പൊ അവിടെ ഒരു അസിസ്റ്റന്റ് ഉണ്ട്, ഡോക്ടർ കൊടുത്തു. അത് കുടിച്ചിട്ട് ഡോക്ടർ സുഖമായിട്ട് നിന്ന് ഈ 10-20 എനിക്ക് തോന്നുന്നു 10-15 സ്റ്റിച്ചസ് ഇട്ടു. ഹോമിയോ ഡോക്ടറാണ് ഞാൻ പറയുന്നത്. അവിടെ ഓക്സിജൻ സിലിണ്ടറുണ്ട്, സകലവിധ സംവിധാനങ്ങളുണ്ട് ഈ കൊച്ചു മുറിക്കകത്ത്. ഡോക്ടർ ഇത്രയും ചെയ്തു തീർന്നതിന് ശേഷം ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്, മരവിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ ഡോക്ടർ ഇങ്ങനെ എന്തോ വായിൽ ഒഴിച്ചു കൊടുത്തു, എന്നിട്ട് സുഖമായിട്ട് നിന്ന് സ്റ്റിച്ച് ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് അയാളെ നല്ല പൈസയും വാങ്ങിച്ച് ഡോക്ടർക്ക് പറഞ്ഞു വിട്ടു. അന്നൊക്കെ 2 രൂപ 3 രൂപ കേസാണ്. ആ സമയത്താണ് പുള്ളി 100 150 ഒക്കെ വാങ്ങിച്ച് ആ ഒരു വലിയ തുക വാങ്ങിച്ച്. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അന്നൊക്കെ 80 81 82 കാലഘട്ടങ്ങളിലൊക്കെ 2-3 രൂപയൊക്കെയാണ് ഫീസ്. അന്ന് 20 രൂപ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫീസാണ്. ഇന്ന് ഒരു 2000 രൂപ കൊടുക്കുന്ന പോലത്തെ ഫീസാണ്. അപ്പോൾ ഡോക്ടർ വാങ്ങിച്ചു, പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്താണ് ചെയ്തത്? ആ മനുഷ്യന് മരവിക്കാനായിട്ടൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ എന്തുകൊണ്ടാണ് ആൾക്കാർ വേദനിക്കുന്നത്? ഞാൻ പറഞ്ഞ അറിയത്തില്ല. അത് പറഞ്ഞ പേടിയാണ്. ഈ പേടി അങ്ങോട്ട് മാറ്റി തീർന്നാൽ ഈ കുത്തുന്നതിൽ വലിയ വേദന ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞ പേടിക്ക് ഏതാ മരുന്ന്? അപ്പോൾ ഞാൻ അന്ന് ഫസ്റ്റ് ഇയറൊക്കെ പഠിച്ച് സെക്കൻഡ് ഇയറൊക്കെ ആയതല്ലേ. അപ്പം ഞാൻ പറഞ്ഞ അക്കണായിട്ട് നീയും കൊടുത്തിട്ട് ചെയ്തു നോക്ക്, ഒരു കുഴപ്പമില്ല, ആൾക്കാർ ഇരുന്ന് തരും. ചെയ്തിട്ടുണ്ട്, പിന്നെ അതിനുശേഷം പലപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്, സംഗതി ശരിയാണ്. ഇതാണ് ഒരു ഡോക്ടർ വളരെ മൈന്യൂട്ടായിട്ടേ മെഡിസിൻസ് ഉപയോഗിക്കത്തുള്ളൂ. എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള രണ്ടാമത്തെ ഡോക്ടർ. കാരണം അത്രയേറെ എന്നിട്ട് പിന്നെ ആ ഡോക്ടർ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. എൻ്റെ വീട്ടിലൊരിക്കൽ ഡോക്ടർ വന്ന് ഞങ്ങളെയൊക്കെ കണ്ട്, എൻ്റെ അച്ഛനെയൊക്കെ കണ്ടിട്ട് പോയിട്ട് പുള്ളി പറയാണ്, ഹോമിയോ മരുന്നെന്ന് പറയുന്നത് ഓരോന്നും നമ്മുടെ മക്കളാണ്. ഹ്യൂബർട്ടിൻ്റെ അച്ഛൻ മക്കളോട് നിങ്ങളോടൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അനുസരിക്കുന്നത് പോലെ നമ്മൾ പഠിച്ച മരുന്നിനെ അടിച്ചു നിർത്തണം. ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം, അതിനപ്പുറത്തോട്ട് പോകരുതെന്ന് പറഞ്ഞ് നമ്മുടെ മരുന്നിനെ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമ്മൾ കൈവഴക്കം വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മളൊരു നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു വണ്ടി വാങ്ങിച്ചു തരുമ്പോൾ ഓടിക്കാനായിട്ട് നമ്മൾ ഇതൊക്കെ നോക്കണം. ആദ്യം ഹാൻഡിൽ പിടിക്കണം നോക്കണം, ഹോൺ അടിക്കാൻ നോക്കണം, സിഗ്നൽ കാണിക്കാൻ നോക്കണം, കാല് ചവിട്ടാൻ നോക്കണം, ആക്സിലേറ്റർ നോക്കണം, എന്തൊക്കെ നോക്കണം.
പിന്നെ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ച് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈയും കാലും എല്ലാം അതിനനുസരിച്ച് ഓടാനായിട്ട് തുടങ്ങും. അതുപോലെ നമ്മൾക്ക് മെഡിസിൻസുമായിട്ട് ഒരു ഇൻറ്റിമസി ഉണ്ടാവണം. നമ്മൾക്കിപ്പോൾ നമ്മൾ കുരുവിള സാറ് പലപ്പോഴും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പല ഉദാഹരണങ്ങൾ നമുക്കറിയാം. മരുന്ന് സാറ് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി, പിടിക്കുന്നിടത്ത് നിൽക്കും, അവർക്കറിയാം. അതാണ് ഈ ഡോസേജ് എന്ന് പറയുന്നത്. ഒരു ഡോക്ടറിന്റെ കയ്യിൽ കൂടെ ആ മരുന്ന് കടന്നു പോകുമ്പോൾ അതൊരു ഡോസേജ് കൃത്യമായിട്ട് ഇത്ര ഡോസ് കഴിച്ചു തരുമ്പോൾ നമ്മൾ അതിനോട് നമുക്കൊരു നമ്മുടെ കൈവഴക്കം വരും. അതുകൊണ്ടാണ് ഓരോ ഡോക്ടേഴ്സും ഒരേ മരുന്ന് തന്നെ 10 ഡോക്ടർ കൊടുത്തിരുന്നാലും 10 എഫക്റ്റാണ് ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഒരേ മെഡിസിന് തന്നെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മളൊരു ആഴ്സനിക് ആൽബ് എന്ന് പറയുന്ന മരുന്ന് തന്നെ, അല്ലെങ്കിൽ സൾഫർ എന്ന് പറയുന്ന മരുന്ന്, അല്ലെങ്കിൽ കാലിസൈനറ്റ് എന്ന് പറയുന്ന മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും 10 പ്രാവശ്യം ഒരു ദിവസം ഒരു കേസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ ഉപയോഗിക്കുന്നെങ്കിൽ 10 എക്സ്പ്ലനേഷൻസ് ആണ് അതിനുള്ളത്. സിംഗിൾ എക്സ്പ്ലനേഷൻ അല്ല ഉള്ളത്. 10 പേർക്ക് ഒരേ മെഡിസിൻ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും ഓരോ കേസിനും നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, എന്തുകൊണ്ട് വിജയിച്ചു, അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. എന്തുകൊണ്ട് പരാജയപ്പെട്ടു ഒരു കേസ്, അതാണ് ഒരു ഡോക്ടർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ട് ഞാൻ ഈ കേസ് എടുത്തപ്പോൾ പരാജയപ്പെട്ടു, അത് ഒരു ഡോക്ടർ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് പിന്നെ എന്തുകൊണ്ട് വിജയിച്ചു എന്നും നമ്മൾ പറയണം. അതും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം, അല്ലെങ്കിൽ നമ്മൾ ഡോക്ടറല്ല. താങ്ക് യു. ഇനി അടുത്ത. താങ്ക് യു സർ, താങ്ക് യു. ഒരു ഡോക്ടർക്ക് വേണ്ട ഗുണങ്ങൾ വരെ അദ്ദേഹം ഇതിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു കഴിഞ്ഞു. വളരെ ഭംഗിയായൊരു ഇതാണ് അദ്ദേഹം തന്നത്, നമുക്കൊരു എക്സ്പ്ലനേഷൻ ആണ് തന്നത്. വളരെ നല്ല കേസുകളും അദ്ദേഹം പറഞ്ഞു. മെഡിസിൻസ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു സാർ. സാറിന് അത് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്, 938 ഞാൻ ഇട്ട് ചെയ്യാം. മെഡിസിന് എൻ്റെ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ വ്യത്യസ്തമാണ്. എൻ്റെ തിയറീസ് ഞാൻ പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം മെഡിസിൻ എങ്ങനെയാണ് ഡോക്ടേഴ്സ് ഡ്രഗ് പ്രൂവിങ് നടത്തുന്നത്. അതായത് 30th പൊട്ടൻസിയാണ് സാധാരണ ഡ്രഗ് പ്രൂവിങ്ങിന് ഉപയോഗിക്കുന്നത്. ഓരോ മെഡിസിൻസും കുറച്ച് ദിവസം കൊടുത്തു തീരുമ്പോൾ ആ വ്യക്തിയിൽ സിംറ്റംസ് ഉണ്ടാവുകയും ആ സിംറ്റംസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചാണ് നമ്മുടെ മെറ്റീരിയൽ മെഡിക്ക ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ ഒന്നിലേറെ മെഡിസിനും ഒരേ സമയത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതേപോലെ പല സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കും. ഇപ്പം ചിലർ ഈ ഹോമിയോപ്പതി കോമ്പിനേഷൻസിനെ എതിർക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത് തിയറി അല്ലെന്നും പറയാറുണ്ട്. നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, മെഡിസിൻ സിംഗിളായിട്ട് കൊടുത്തിരുന്നാലും സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും, മെഡിസിൻ കോമ്പിനേഷനായിട്ട് കൊടുത്തിരുന്നാലും ശരീരത്തിൽ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ബെൽഡോണ മാത്രം കൊടുക്കുകയാണെങ്കിൽ 100 സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് വെച്ചോളൂ. ബെൽഡോണയും ബ്രയോണിയും കൂടെ ചേർത്ത് കൊടുത്തിരുന്നാൽ ചിലപ്പോൾ 150 or 200 സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. ബെൽഡോണയും ബ്രയോണിയും ആഴ്സാൽബും കൂടെ ചേർത്ത് കൊടുത്തിരുന്നാൽ ചിലപ്പോൾ 300 or 400 സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സിമിലിയം എന്ന് പറയുന്നതാണ് നമ്മുടെ തിയറി. ഹോമിയോപ്പതിക് തിയറി അനുസരിച്ച് സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മളൊരു സിംഗിൾ മെഡിസിൻ തിരഞ്ഞെടുത്ത് സിംഗിളായിട്ട് അത് മൊത്തം കൊടുത്തു തീർന്നാൽ ആ അസുഖം പൂർണ്ണമായും സുഖമാകും എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന തത്വം. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ 100 സിംറ്റംസ് അല്ല 150 സിംറ്റംസ് ഉണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ ബെൽഡോണയുമായി വളരെ ചേർന്നിരിക്കുന്ന ഒരു മെഡിസിൻ, ഒരു കാറ്റലിസ്റ്റ് പോലെ ബെൽഡോണയെ പ്രവർത്തിപ്പിക്കാൻ കഴിവുള്ള, ബെൽഡോണയുടെ ബാക്കി ഭാഗങ്ങൾ ചെയ്യാൻ കഴിവുള്ളതുമായിട്ടുള്ള മറ്റൊരു മെഡിസിനും കൂടെ അതിനോടൊപ്പം ആഡ് ചെയ്ത് തീർന്നാൽ ആ ഡിസീസ് വളരെ പെട്ടെന്ന് ഹീൽ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് എൻ്റെ അല്ല, എൻ്റെ ഒരു കൺസെപ്റ്റാണ്. അവിടെ ഒരു സിമിലിമം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. മറ്റത് സിമിലിമം ഒരു മെഡിസിൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു, ഒരു ഡോക്ടർ കണ്ടുപിടിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം അനുസരിച്ച് കണ്ടുപിടിക്കുന്നുണ്ട്. മറ്റടുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ
കോവിഡ് വന്നു. കോവിഡ് വന്ന ഉടനെ ഞാൻ അത് മൊത്തം സ്റ്റഡി ചെയ്യും. കോവിഡിന്റെ സിംറ്റംസ് എന്താണ്, ഏതൊക്കെ ഏരിയയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് എല്ലാം എടുത്തിട്ട് നമ്മൾ പഠിക്കും. അതിൻ്റെ പതോളജിയും എല്ലാം നോക്കും. പ്രാക്ടീസ് മെഡിസിൻ എല്ലാം നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് വന്നിരിക്കുന്നു. ഈ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ റെപ്പർട്ടറി എടുത്തിട്ട് ഇത്രയും സിംറ്റംസ് നമ്മൾ വാരിപ്പറക്കിയിട്ട് ചെയ്യുമ്പോൾ കുറേ മെഡിസിൻസ് വരും. അപ്പോൾ ഈ മെഡിസിൻസ് ഒരു 10 മെഡിസിൻസോ 20 മെഡിസിൻസോ നമ്മൾ കണ്ടുവരുന്നല്ല. ആ 20 മെഡിസിൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ഈ മെഡിസിൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കും, എങ്ങനെ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു മെഡിസിന് ചിലപ്പോൾ ഹാർട്ടിലാണ് എഫക്റ്റ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ മെഡിസിന് മറ്റേ പെരിഫറൽ ഏരിയയിലായിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹാർട്ടിൽ നിന്നുള്ള സർക്കുലേഷൻ, പെരിഫറൽ ഏരിയയിൽ കൂടുതൽ സർക്കുലേഷൻ കിട്ടുന്ന ഏതാ നോക്കും. ഇത് തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് നോക്കും. അപ്പോൾ ഒന്ന് മറ്റൊന്ന് കോംപ്ലിമെൻ്ററി ആണ്. അത് രണ്ടും നമ്മൾ വെച്ചിട്ട് നമ്മൾ കൊടുത്തു നോക്കുമ്പോൾ സിംഗിൾ മെഡിസിൻ കൊടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് ചിലപ്പോൾ കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് രണ്ടും കൂടെ അതിൻ്റെ ഭാവി പരിപാടി കൂടെ അവൻ ചെയ്യും. അപ്പം അങ്ങനെ ഒരു തിയറിയാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഒറ്റയ്ക്കും പോവാം, ഒരേ ചിന്താഗതിയുള്ള ഒരു കൂട്ടത്തോടു കൂടിയും പോവാം. അപ്പോൾ ഏതായിരിക്കും ന്യായം നോക്കുക. ഒറ്റയ്ക്ക് യുദ്ധത്തിന് പോവാം, ഒരു സംഘം നിൽക്കുകയാണ്, 100 പേര് നിൽക്കുന്നിടത്തോട്ട് എനിക്ക് ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്യാം, കുറേ പേരെ യുദ്ധം ചെയ്യാം, പെട്ടെന്ന് ഞാൻ എക്സോസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ ചത്തും പോകും. പക്ഷെ ഞാനൊരു ഗ്രൂപ്പായിട്ട് പോവാണ്, എന്നെപ്പോലെ ചിന്തിക്കുകയും എന്നെപ്പോലെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ, അവരെ ഏത് രീതിയിൽ പല രീതിയിലും വീഴ്ത്താൻ കഴിയുള്ള ഒരു 10 പേര് ചേർന്ന് പോകുമ്പോൾ നമ്മൾ പറയല്ലേ, മുപ്പിരി ചരട് സിംഗിളിനെക്കാളും ശക്തമാണെന്ന് പറയും. അപ്പോൾ ഈ മുപ്പിരി ചരടായിട്ട് പോയി തീർന്നാൽ ഞാൻ ആ ഒരു തിയറിയിൽ വിശ്വസിക്കുകയും അവിടെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സിമിലിമം എഫക്റ്റ് ചെയ്യാനും പറ്റും, വളരെ സ്പീഡായിട്ട് ക്യൂർ കൊടുക്കാനും പറ്റും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം യൂണിവേഴ്സൽ തിയറിയാണ്. ആ യൂണിവേഴ്സൽ തിയറിയെ പലരും എതിർക്കുന്നുണ്ടാവാം, അത് അവരവരുടെ കാഴ്ചപ്പാട്. ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള സ്പൈജീലിയ കാക്ടസ് കാർബോബേറ്റ് ചൈന എന്നുള്ള മെഡിസിൻ ആണ് ഞാൻ സാധാരണ, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് സാധാരണ കൊടുക്കുന്നത്. ഏത് നമുക്ക് ഇത് കാർഡിയോളജി, ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മൈന്യൂട്ട് ഡോസ് കൊടുത്തു തീർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഏതാനും മിനിറ്റ് കൊണ്ടും മണിക്കൂറുകൾ കൊണ്ടും തന്നെ അസുഖങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ അനുഭവം അതാണ്. അപ്പോൾ 5 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞിരുന്നാലും എനിക്ക് അതിനോട് വലിയ ഇതില്ല. നമുക്ക് ഓടാൻ കുറയണം, വന്ന് കയറി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പേഷ്യൻ്റ് പറയണം എനിക്കിപ്പോൾ ഒരു ആശ്വാസമുണ്ട്. അത് കേൾക്കാത്തിടത്തോളം ഞാൻ അസംതൃപ്തനാണ്. അത് ഞാൻ വിചാരിക്കുന്ന അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു പരീക്ഷണം നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ വന്നു തീർന്നാൽ ഉടൻ അസുഖം കുറച്ച് കൊടുക്കുക എത്രയും പെട്ടെന്ന്. ഇപ്പോൾ ആദ്യമൊക്കെ കോവിഡൊക്കെ നമുക്ക് ഒറ്റ ദിവസം മതി, ഒരു ദിവസം കൊണ്ട് തന്നെ കോവിഡ് അങ്ങ് കുറയ്ക്കുക. രാവിലെ വന്നു തീർന്നാൽ നമ്മുടെ അടുത്ത് വന്നിരുന്നാൽ വൈകുന്നേരം അപ്പോൾ കുറച്ചിരിക്കും, കുറയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് 1-2 ദിവസം കോംപ്ലിക്കേഷൻസും വരത്തില്ല, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും വരത്തില്ല. പിന്നെ ചുമയെല്ലാം വന്നു തീർന്നാൽ പിന്നെ അതിനും വേറെ വഴികൾ നോക്കും. അപ്പം ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് സ്പൈജീലിയ കാക്ടസ് കാർബോബേറ്റ് ചൈന. ഇത് 200 പൊട്ടൻസി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓറമെറ്റ് 1 പിന്നെ കൽക്കറിയ ഫ്ലോർ അല്ലെങ്കിൽ മാക്ഫോസിന് ഇങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. എന്ന് വെച്ചിരുന്നാൽ ഡിസോൾവ് ചെയ്ത് കളയാനും പെയിൻ റിലീഫ് ചെയ്യാനും ഒക്കെ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയാണ്. ഒന്നിൽ കൂടുതൽ മെഡിസിൻസ് കൊടുക്കുമ്പോൾ സാറിന്റെ ലോജിക് സാർ നമുക്ക് വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. അതെ, 2-3 മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ലോജിക്ക് പാലിക്കണമെന്ന് തന്നെയാണ് സാർ നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ളവർക്ക് സംസാരിക്കാവുന്നതാണ്. വേറെ ഡൗട്ടുകൾ ചോദിക്കാനുള്ളവർക്ക് സാറിനോട് സംസാരിക്കാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്യുന്ന പ്രകാരം അൺമ്യൂട്ട് ചെയ്ത് തരുന്നതാണ്. സമയത്തിന്റെ പരിമിതി ഓർത്തുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവേണ്ടതാണ്. സമയം അവസാനിക്കാറാവുമ്പോഴാണ് കൂടുതൽ പേർ ഹാൻഡ് റൈസ് ചെയ്യാറ്. അതെ, സമയതീരത്തിൽ ബന്ധം ഇല്ലാത്ത അവസ്ഥയല്ല, ബന്ധമുണ്ട്. നമ്മുടെ കുര്യൻ സാറിന് വേണേ ഒരു പാട്ട് പാടാം, സമയതീരത്തിൽ ബന്ധനം ഇല്ലാതെ. ഓക്കെ, എന്തായാലും ഹ്യൂബർട്ട് ഡോക്ടർ പറഞ്ഞ വിഷയം ഹനിമാൻ ക്രോണിക് ഡിസീസിൽ പറഞ്ഞിട്ടുണ്ട്. ക്രോണിക് ഡിസീസിൽ നിന്ന് അഫോറസ്റ്റിനകത്തും പറയുന്നുണ്ട്.
ഈ പറഞ്ഞ രീതിയിൽ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ ഇഫക്റ്റീവ് ആയിട്ടുള്ളതും ശരിയായിട്ടുള്ളതും, കാരണം അത് ഒരുപാട് നമ്മൾ പറഞ്ഞ 12 ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി മെഡിസിൻസ്, ആൻഡോട്ടിങ്, അല്ലെങ്കിൽ സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സിസ്റ്റം എന്ന നിലയ്ക്കുള്ള ഒരു വ്യക്തത, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സാധ്യത, സത്യസന്ധത, ഇതെല്ലാം താളം തെറ്റും. ഒന്നോ രണ്ടോ വ്യക്തികളെ ആശ്രയിച്ചല്ല ഹോമിയോപ്പതി ലോകത്ത് നിൽക്കുന്നത്. അപ്പൊ ഇതിനൊരു സിലബസ് ഉണ്ട്, ഒരു മെത്തഡോളജി ഉണ്ട്. അപ്പൊ ആ മെത്തഡോളജിയെ നമ്മൾ ദയവായിട്ട്, പ്രത്യേകിച്ച് വേദികളിലെങ്കിലും, നമ്മളെല്ലാവരും ഇപ്പൊ നമ്മളിവിടെ ബിഹേവ് ചെയ്യുന്നത് നമ്മുടെ യഥാർത്ഥ ബിഹേവിയർ ആണോന്നില്ല, പക്ഷെ ഇതൊരു വേദിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ, അല്ലേ? അപ്പം ഡോക്ടർ എലിസബത്ത് ആണ്, ഡോക്ടർ ഹ്യൂബർട്ട് ആണെങ്കിലും 100% ഇങ്ങനെയല്ല എപ്പോഴും പെരുമാറുന്നതാണോ? അല്ല, വ്യത്യാസമുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയം മറന്ന് പേശ്, സഭയറിന്ത് പേശ്, പേശാതിരുന്നും പഴക എന്ന് പറഞ്ഞ പോലെ ചില രീതികൾ പാലിക്കപ്പെടേണ്ട അത്യാവശ്യമാണ്. ആരും ഞാൻ കുറ്റപ്പെടുത്തിയൊന്നും പറയുകയല്ല, പക്ഷെ വളരെ വ്യക്തമാണ്, ഇതൊരു സിസ്റ്റമാണ്, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്, അതിനൊരു സിലബസ് ഉണ്ട്. ആ രീതിയിൽ പോകണം. അവിടെ ഒരുവൻ തന്നെ കളഞ്ഞു ഒരിടം രക്ഷിച്ചു വേണം എന്നാണ് എന്റെ അഭിപ്രായം. ഹരിയാണ് സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തോളൂ. ഡോക്ടർ ഹരിഹരൻ സംസാരിക്കാവുന്നതാണ്. ഹരിഹരൻ സാർ. ഞാൻ എന്ത് പറയാനാ? അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, എനിക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് നാഷണൽ ഹൈവേ കിടക്കും. ഞാൻ വിത്തിൻ 3 മണിക്കൂർ കൊണ്ട് ഞാൻ തിരുവനന്തപുരത്ത് എത്തിച്ചു വരും. അതേസമയം തന്നെ എനിക്ക് വേറൊരു വഴിയുണ്ട്. അതായത് ഞാൻ തകഴി ചെല്ലുക, തകഴിയിൽ നിന്ന് തിരുവല്ലായി ചെല്ലുക, തിരുവല്ലായി നിന്ന് പന്തളത്തിന് പോവുക, പന്തളത്ത് നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോവുക. അങ്ങനെ ചില ഇടവഴികൾ കൂടെയും അതിലെ കൂടെയും ഇതിലെ കൂടെയും ഒക്കെ കയറി ഞാൻ തിരുവനന്തപുരത്ത് ചെല്ലും. പക്ഷേ ഞാൻ ഈ നാഷണൽ ഹൈവേ കൂടെ പോകുന്നത് പോലെ കംഫർട്ടബിൾ അല്ല ആ യാത്ര. അവിടെ ചില സ്ഥലത്ത് കുഴികളുണ്ട്, തടസ്സങ്ങളുണ്ട്, ചില സ്ഥലത്ത് ഒത്തിരി പ്രോബ്ലംസോട് കൂടിയാണ് ഞാൻ അവസാനം കറങ്ങി തിരിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത്. എന്നതുപോലെ ഈ ഡോക്ടർ ഹ്യൂബർട്ട് പറഞ്ഞതുപോലെ ഡോക്ടർ ഹ്യൂബർട്ടും തിരുവനന്തപുരത്ത് എത്തിച്ചേരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷെ എന്റെ മുമ്പിൽ നാഷണൽ ഹൈവേ കിടക്കുന്നു. പിന്നെ ഞാൻ എന്തിനാണ് ഈ ഇടവഴിയെ തപ്പിപ്പോകേണ്ട കാര്യം എന്താ? ഞാൻ ഒരിക്കലും ഡോക്ടർ ഹ്യൂബർട്ടിന്റെ ആ മെത്തേഡ് ഞാൻ നെഗേറ്റ് ചെയ്യുവല്ല ചെയ്യുന്നത്. മനോജ് പറഞ്ഞ കണക്ക് ഞാൻ നെഗേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മള് ചെയ്യേണ്ടത് റൈറ്റ് വേയിലൂടെയുള്ള ക്യൂറിങ്ങിലാണ് നമ്മൾ പോകേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഒരു കാര്യം എനിക്ക് ഡോക്ടർ ഹ്യൂബർട്ടിന്റെ ഒക്കെ ചോദിക്കാനുള്ളത്, ഡോക്ടർ ഇപ്പൊ 3 or 4 ഞാൻ ഓർക്കുന്നില്ല ഏതൊക്കെയാ മരുന്നെന്ന് പറഞ്ഞു. ഇത് ഡോക്ടർ ഒരു പേഷ്യന്റ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആളിനെ നമ്മൾ കിടത്തി കഴിഞ്ഞ് ഇത്രയും മരുന്നുകൾ മിനിറ്റ് ഇടവിട്ട് കൊടുക്കുമോ, അതോ അത് മിക്സ് ചെയ്ത് കൊടുക്കും? അറിയാനുള്ള അതിനെ കുറിച്ചുള്ള ഇപ്പൊ സ്റ്റഡീസ്, അതിന്റെ സയന്റിഫിക് സ്റ്റഡി വന്നത് തന്നെ. നമ്മളിപ്പോ ES രാജേന്ദ്രൻ ഡോക്ടർ ഇവിടെ നാനോ പാർട്ടിക്കിളിനെ കുറിച്ച്, നാനോ മെഡിസിനെ കുറിച്ചും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായി. അന്ന് ഡോക്ടർ പറഞ്ഞത് ഒരു സംഗതി പറഞ്ഞ എന്താന്ന് വെച്ചിരുന്നല്ല, എല്ലാ മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പൊ 200 തന്നെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അതിന്റെ റിയൽ എക്സിസ്റ്റൻസിൽ തന്നെ അതിനകത്ത് നിലനിൽക്കുന്നു. അത് തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷനും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ 4ന്റെയും ക്വാളിറ്റി അവിടെ ഇത് ഞാനിപ്പോൾ കൊടുക്കുമ്പോ എനിക്ക് 2-3 ഡോസ് കൊടുത്താൽ മതി. ഒരു ഗുളിക മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതറിഞ്ഞാൽ മതി. ഡോക്ടർ പൊട്ടൻസി മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അതാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെ പൊട്ടൻസി, അതിന് ഡോക്ടർ ഒരു സയന്റിഫിക് ഡോക്ടർ രാജേന്ദ്രനെയും കൂടെ, രാജേന്ദ്രന്റെ ഈ നാനോ പാർട്ടിക്കിൾസ് ഫിലോസഫി ഡോക്ടറെ ഒരു സ്വയം സെൽഫ് ഹിപ്നോട്ടിസം എന്ന് പറയും. ദിസ് ഈസ് സെൽഫ് ഹിപ്നോട്ടിസം. കാര്യം എന്താ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മൾ സ്വയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സെൽഫ് ഹിപ്നോട്ടിസം ഉണ്ട്. അതിന് ഉദാഹരണം ഞാൻ പറയാം. അതായത് എനിക്കൊരു വിശ്വാസമുണ്ടെന്ന് വിചാരിച്ചുള്ള ഇന്ന ഡോക്ടർ, ഇപ്പൊ ഡോക്ടർ മനോജ് വലിയ ഒരു ഡോക്ടറാണ്, വലിയൊരു ഡോക്ടറാണ്. ആ ഡോക്ടറുടെ എവിടെ പോയി ഞാൻ ഡോക്ടർ മനോജിന്റെ ഒക്കെ പോയി.
അയ്യാ ഏതാ മനോജ്? അയ്യോ, നിങ്ങൾ മനോജിനെ കേട്ടിട്ടില്ലേ? അദ്ദേഹം ഒരു വലിയ ഡോക്ടറാണ്, അദ്ദേഹം ഗംഭീരനാണ്, അദ്ദേഹം ചത്ത കോഴിയെ പറപ്പിച്ചവനാണ് എന്നെല്ലാം ഇയാള് പറയുന്നത് എന്തിനാണെന്നറിയാം? ദിസ് ഇസ് എ സെൽഫ് ഹിപ്നോട്ടിസ്. ഞാൻ സ്വയം വിശ്വസിക്കുകയാണ് ദാറ്റ് മാൻ ഈസ് ഗ്രേറ്റ്. ഇതുപോലെ തന്നെ നമ്മൾ ഓരോ ഫിലോസഫി ഉണ്ടാക്കുമ്പോഴും നമ്മൾ സ്വയം അങ്ങനെ ഇത് ചെയ്യാണ്, ഞാൻ ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ അത് ഡോക്ടറുടെ വിശ്വാസമാണ്. അതിന് നമ്മൾ സയൻസിനെ ഒന്നും കൂട്ടുപിടിക്കണ്ട, ഡോക്ടറുടെ വിശ്വാസമാണ്. ഡോക്ടർ അങ്ങനെ തന്നെ ചെയ്യണം എന്റെ അഭിപ്രായം. കാര്യം ഡോക്ടർക്ക് അതിനകത്ത് ഇഫക്റ്റ് കിട്ടുന്നുണ്ട്. ഇപ്പം ബെല്ലും ബ്രൈയും റെസ്റ്റോക്സും ആഴ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാല് ബാക്കി എല്ലാം പോയാലും ആഴ്സനിക്കമാണ് അതിന്റെ സിമിലിമെങ്കിൽ ആഴ്സനിക്കം ആക്ട് ചെയ്യും എന്ന് ഡോക്ടർ പറയണം. അല്ലാതെ ഒന്നിന് കൊടുത്ത് വേറൊന്നിനെ കോംപ്ലിമെന്റ് ചെയ്ത് അങ്ങനെ ഇങ്ങനെ എന്ന് പറയേണ്ട കാര്യമില്ല. കാര്യം നമുക്ക് 3 മെഡിസിൻസ് കിട്ടി, ഈ 3 മെഡിസിനും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇല്ലെ 3 മെഡിസിൻ അടുപ്പിച്ചെടുപ്പിച്ചു ഏതെങ്കിലും മെഡിസിൻ ആക്ട് ചെയ്യും. ഈ മിക്സിംഗ് എന്ന് പറഞ്ഞു തരുന്നല്ല, അതിനെ കുറച്ച് കാണിക്കുന്ന രീതിയിലല്ല. മിക്സിംഗ് എന്ന് പറയുന്നത് അത് സയന്റിഫിക് പ്രൂവിംഗ് ആണ്. നമ്മൾ അത് മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൊടുത്തു തീർന്നാൽ, ഇപ്പോൾ നമ്മളൊരു ഹെൽത്തി ഹ്യൂമൻ ബീങ്ങിൽ കൊടുത്തു തീർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത്ര സിംറ്റംസ് അവർ പ്രൊഡ്യൂസ് ചെയ്യും ആ ശരീരത്തിൽ. അതുകൊണ്ടാണ് അതിന് ഹീൽ ചെയ്യാനും കഴിയുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ 3 മെഡിസിൻ ഇപ്പോഴും ഞാൻ ബെൽബ്രൈ ആഴ്സനിക്ക് കൊടുത്തിരുന്നാൽ ഇപ്പൊ ബെൽഡോണയുടെ ഒരു മറ്റേ ഡ്രഗ് പ്രൂവിങ്ങിൽ ഇത്രയും സിംറ്റംസ് വരാമെങ്കിൽ ബെല്ലും ബ്രൈ ആഴ്സനിക്ക ആൽബ് കൊടുത്തിരുന്നാൽ 1 or 2 ചിലപ്പോൾ മറ്റത് 30 ദിവസം കൊണ്ടാണ് ഇത്രയും പ്രൂവിങ്സ് വരുന്നതെങ്കിൽ ഇത് 2 ദിവസം കൊണ്ട് പ്രൂവിങ് വരും വെളിയിൽ. ശരിയായിരിക്കും, അറിയില്ല. കാരണം നമ്മളിപ്പോ ഡോസേജ് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ ആകെ 3-4 ഗുളിയൊക്കെ ആയിരിക്കും പോകുന്നത്. ഈ 3-4 ഗുളിക നമ്മൾ കൂടിപ്പോയി തീർന്നാൽ നമ്മളിപ്പോ പറയും കുറഞ്ഞു തീർന്നാൽ ഉടൻ നിർത്തിക്കോണമെന്ന് പറയും. ഇത്തിരി റിലീഫ് കിട്ടിയാൽ ഉച്ചയ്ക്ക് റിലീഫ് കിട്ടിയാൽ പിന്നെ ഉടൻ മരുന്ന് കഴിക്കരുതെന്ന് പറയും. കാരണം ഇത് 2 ദിവസം കഴിച്ചിരുന്ന സ്ഥിതി മാറി കുളമായി. അത് വളരെ പെട്ടെന്ന് ഡ്രഗ് പ്രൂവിങ് നടക്കും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയുണ്ട്. വളരെ ഡോസേജ് ഒക്കെ വളരെ ഇതാണ്. 3 ഡോസ് 4 ഡോസ് 4 ഡോസ് കഴിഞ്ഞ് കുറഞ്ഞാൽ അപ്പം നിർത്തിക്കണം മരുന്ന്, പിന്നെ തുടരരുത്. തുടർന്ന് വരുന്നാൽ പിന്നെ മറ്റേ ഡ്രഗ് പ്രൂവിങ് നടക്കും അവിടെ. ഡോക്ടർ മനോജ് ചോദിച്ച കണക്ക് ഒരു പട്ടൈനിങ് ക്വസ്റ്റ്യൻ ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സെക്കൻഡ് പ്രിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യും? സെക്കൻഡ് പ്രിസ്ക്രിപ്ഷന്റെ പിന്നീടുള്ള സിംറ്റംസ് അല്ലേ ഏകദേശം 80% കഴിഞ്ഞിരിക്കും. പിന്നെ ആകെയുള്ള 20% ആണ്. അത് സിമ്പിൾ ആയിട്ട് ചികിത്സിക്കാം. അത് നാച്ചുറൽ ക്യൂറിങ് തന്നെ നടക്കും. അവിടെ അപ്പോ ബോഡി ഹെൽത്തി ആയി കഴിഞ്ഞു. പിറ്റേ ദിവസം ആകുമ്പോ ബോഡി ഹെൽത്തി ആയി കഴിഞ്ഞു. ബോഡി ഹെൽത്തി ആയി ബോഡി അടിച്ചു കളയും. ബാക്കിയുള്ള എക്സ്ട്രാ മെഡിസിൻ പിന്നെ പോകരുത്. എക്സ്ട്രാ മെഡിസിൻ പോയി തീർന്നാൽ പ്രോബ്ലം ഉണ്ടാവും. അത് ശ്രദ്ധിച്ചോണം. അത് ചെയ്യാൻ ഞാനിപ്പോ പറയുന്നില്ല, ചെയ്യുന്ന ഞാൻ വളരെ സൂക്ഷിച്ചാണ്. പ്രിസ്ക്രിപ്ഷൻ എഴുതി തീർന്നാല് 2 ഡോസ് ചിലതൊക്കെ 1 ഡോസിൽ കുറഞ്ഞിരുന്നാൽ ഞാൻ പറയും പിന്നെ മരുന്ന് തുടരുതെന്ന് പറയും. സാർ ഡോക്ടർ ശോഭന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മാം അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഡോക്ടർ ശോഭന. ഡോക്ടർ ഹ്യൂബർട്ട് പറഞ്ഞില്ലേ 2-3 മരുന്നുകള് ഒരുമിച്ച് കൊടുത്താലും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് 10 മണിക്കൂറിന്റെ കൊണ്ടുവരുന്ന സിംറ്റംസ് 2 മണിക്കൂറിൽ വരും എന്ന് പറഞ്ഞു. അങ്ങനെ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ 2-3 മരുന്നുകൾ അതാണല്ലോ. അതല്ല, കമ്പൈൻ ചെയ്ത് നമ്മളിപ്പോ സിംഗിൾ മെഡിസിൻ ആണ് നമ്മളുടെ ഹോമിയോപ്പത്തിയില് പ്രൂവ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സിംഗിൾ മെഡിസിന്റെ ആണ്. കോമ്പിനേഷൻ മെഡിസിൻസിന്റെ ഡ്രഗ് പ്രൂവിങ് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? അതിന്റെ പ്രൂഫ് ഉണ്ടോ? അതിന്റെ ഡാറ്റ ഉണ്ടോ? ബെൽഡോണയും ബ്രൈനിയെയും റെസ്റ്റോക്സും ആർസനിക് ആൽബം കൂടി കൊടുത്തിട്ട് ഇന്ന സിംറ്റംസ് ഉണ്ടായി എന്ന് നമ്മളെടുത്ത് ഡാറ്റ ഉണ്ടോ? നമ്മുടെ തിയറി എന്താണ്? നമ്മുടെ തിയറി അനുസരിച്ച് സിംഗിൾ മെഡിസിനിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ആ കണ്ടീഷൻസ് ഡിസീസ് കണ്ടീഷനിൽ നമ്മൾ കൊടുത്തു തരുമ്പോൾ അത് ക്യൂറിങ് നടക്കും. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യൂറിങ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ മെഡിസിൻ നമ്മൾ കഴിച്ചു തീർന്നാൽ ഇത്രയും സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അത് തിരിച്ച് പറയാണ്. അതായത് ഇത്രയും ഈ റിലീഫ് കിട്ടിയെങ്കിൽ ഇത് കൊടുക്കുമ്പോ ഈ സിംറ്റംസ് ഉണ്ടാവും. അതാണ് തിയറി. പ്രൂവ് ചെയ്തിട്ടില്ല അല്ലെ ഇതുവരെ. അത് പ്രൂവിംഗ് ആണ്.
ഇത് നമ്മൾ ക്ലിനിക്കലി പ്രൂവ്ഡ് ആയി തീരുമ്പോൾ നമുക്ക് അത് ഉറപ്പാണ്. ഇത് കൊടുത്തു തീർന്നാൽ ഇത് വരും. ഏതാണ് ഞാനിപ്പോ പറഞ്ഞത്. അടുത്ത ദിവസം നമ്മൾ ഡേറ്റ വേണ്ടി ഇത്രയും 4 മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹെഡിൽ ഇത്ര സിംറ്റം ഉണ്ടാവും, ചെസ്റ്റിൽ ഇത്ര സിംറ്റം ഉണ്ടാവും, കാലിൽ ഇത്ര സിംറ്റം ഉണ്ടാവും. അതാണ് നമ്മൾ പ്രൂവിങ് ആയിട്ടൊരു ഡാറ്റ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റണേ, അല്ലെങ്കിൽ വേറൊരു സ്റ്റുഡന്റിന് പറഞ്ഞു കൊടുക്കാൻ പറ്റണത് നിങ്ങൾ ഇങ്ങനെ കൊടുത്തോളൂ, ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ വന്നാൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. ആഴ്സനിക് ആൽബ് വോമിറ്റിങ്ങും അല്ലെങ്കിൽ സ്മെല്ല് വരുമ്പോഴേക്കും നമുക്ക് ഛർദ്ദിക്കാൻ വരണോ, അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വയർ അപ്സെറ്റ് ആവണോ, ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ആഴ്സനിക് ആൽബ് കൊടുക്കാം. അതുപോലെ ഡോക്ടർ എങ്ങനെ ഒരു സ്റ്റുഡന്റിന് ഇത് കൈമാറും എന്ന് പറഞ്ഞാൽ ഇന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഴ്സനിക് ആൽബും റെസ്റ്റോക്സും ബെൽറോണയും പ്രയോണിയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം എന്ന് ഡോക്ടർ. ഇപ്പൊ എനിക്ക് ഒന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിംറ്റംസ് തരുമ്പോൾ നമുക്ക് ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇന്ന കണ്ടീഷൻസിന് ഞാൻ ഇത് കൊടുത്തു. ഇപ്പൊ കാക്ടസ് ഇപ്പൊ പറഞ്ഞല്ലോ 4 മരുന്ന് ഏതൊക്കെയോ 4 മരുന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കും? ഞാൻ ഏത് കണ്ടീഷൻ പേഷ്യന്റിൽ വരുമ്പോ ഞാൻ ആ മരുന്ന് കൊടുക്കും. ഇപ്പൊ കാക്ടസ് കൊടുക്കേണ്ടത് എനിക്കറിയാം, ഏത് കണ്ടീഷനിൽ വന്നാൽ കൊടുക്കണം എന്ന്. പക്ഷെ ഈ 4 മരുന്നും കൂടി കമ്പൈൻ ചെയ്യണത് ഏത് കണ്ടീഷനിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയണമെങ്കിൽ അത് പഠിക്കണം. സീരിയസ് ആയിട്ട് നമ്മൾ ഓരോ മെഡിസിനെ കുറിച്ച് പഠിച്ചിരിക്കണം. അല്ല, അപ്പൊ സീരിയസ് ആയിട്ട് മെഡിസിനെ കുറിച്ച് പഠിക്കണം. സീരിയസ് ആയിട്ടാണ്. അപ്പൊ ഡോക്ടർ ഹ്യൂബർട്ട് പറയുന്നത് ഈ 4 മരുന്നും കൂടി കമ്പൈൻ ചെയ്ത് വരുന്ന സിംറ്റം പിക്ചർ എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ 4 പ്ലസ് 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 അത്രയും വരും സിംറ്റംസ്. മനസ്സിലായില്ല. ഇതിലെ 5, അതിൽ 5 20 സിംറ്റം ആയില്ലേ? ഡോക്ടറെ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ ഹ്യൂബർട്ടിന്റെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ഡോക്ടർ നേരിട്ട് വിളിച്ച് സംസാരിക്കുക നല്ലത്. അത് റിവിഷനിലേക്ക് പോയിട്ട് അവസാനിപ്പിക്കാം ഡോക്ടറെ. ഒത്തിരി പേര് ഹാൻഡ് റൈസ് ചെയ്തു കണ്ടോ. ഡോക്ടർ രേവിഷ് സംസാരിക്കാവുന്നതാണ്. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹ്യൂബർട്ട് സാറെ, ക്ലാസ് കൊള്ളാമായിരുന്നു. അതിന്റെ ഇപ്പൊ ചില സംശയങ്ങൾ ഇവിടെ വന്നത്, അപ്പൊ അതിന്റെ ഒരു പ്രൂവിങ്ങും അതിന്റെ ഒരു സയന്റിഫിക് സൈഡുമാണ്. അപ്പൊ അതില് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മളെ ഇപ്പൊ ES രാജേന്ദ്രൻ സാറിന്റെ സ്റ്റഡി പറഞ്ഞപ്പോ നമ്മുടെ ലത്തീഫ് സാറിന്റെ ഒരു ഒരു അഗ്രോ എന്നാണ് അതിന്റെ പേര്, നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു മെഡിസിൻ, അതായത് ആ മെഡിസിൻ അതായത് രാജേന്ദ്രൻ സാറ് നാനോ അനാലിസിസ് നടത്തിയപ്പോ അതിനകത്ത് 26 മെഡിസിൻസിന്റെ കണ്ടന്റ് കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു ഇൻഫറൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത്, അതായത് ഈ ഹ്യൂബർട്ട് സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്ററാക്ഷൻസ്, അതായത് പല മെഡിസിൻസുകൾ ചേരുമ്പോൾ ഒരു കെമിക്കൽ ഇന്ററാക്ഷൻ ഉണ്ടാകുന്നില്ല എന്നുള്ളത് സംഭവം അത് കറക്റ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ എല്ലാം, അതായത് ഈ പറയുന്ന പേറ്റന്റ് മെഡിസിൻസ് എല്ലാം അവര് ഇപ്പോ ഈ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയലും എല്ലാം തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ BP-യുടെ ഒരു 10 മെഡിസിൻസ് കമ്പൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതിനൊരു ക്ലിനിക്കൽ എഫക്റ്റ് അവർ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാം. അപ്പോ പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെക്ടറൽ ടോട്ടാലിറ്റി ആണ്. അതിന്റെ ഒരു ലേഡി ഹോമിയോപ്പത്താണ് അതിന്റെ പൈനിയർ, അത് പേര് ഞാൻ മറന്നുപോയി. ഇപ്പൊ സെക്ടറൽ ടോട്ടാലിറ്റി എടുക്കുമ്പോൾ കൂടുതലും ഈ ഓർഗൻ റെമഡീസ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ തലവേദനയ്ക്ക് ആ ഒരു സെക്ടറിന് ഒരു മെഡിസിൻ, ഇപ്പൊ ഹെമറോയിഡ്സിനാണെങ്കിൽ ഇപ്പൊ പയണിയ അത് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ കൊടുക്കുന്ന ഒരു സെക്ടർ ടോട്ടാലിറ്റി ഇതേപോലത്തുള്ള ഒരു ഇപ്പൊ ഹ്യൂബർട്ട് സാർ പറഞ്ഞ ഒരു കൺസെപ്റ്റുമായിട്ട് ബന്ധം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇപ്പൊ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് എല്ലാം തന്നെ ഇതേപോലെ 10 മെഡിസിൻസ് കമ്പൈൻ ചെയ്ത് അത് ക്ലിനിക്കലി നമ്മൾ അത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണെന്ന് പറയുമ്പോൾ ഏതാണ് യഥാർത്ഥ ഹോമിയോപ്പതി എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഇൻഡിവിജ്വലൈസ്ഡ് ചെയ്ത് ഒരു സൾഫർ എന്ന് പറയുന്ന ഒരു മെഡിസിൻ കൊടുത്തു അക്കോർഡിംഗ് ടു നമ്മുടെ ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ. പക്ഷെ അതിന് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, സയന്റിഫിക്കലി അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് വരുമ്പോ ഇപ്പൊ BP-ക്ക് ഒരു 10 മെഡിസിൻ കൊടുത്തിട്ട് അത് സിഗ്നിഫിക്കന്റ് ആന്ന് പറയുമ്പോൾ ഏതാണ് സയന്റിഫിക് ഹോമിയോപ്പതി എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം.
പിന്നെ ഈ ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പറയുന്നത് പോലെ ഇനിഷ്യൽ ക്ലിനിക് സെറ്റപ്പില് ഇതൊക്കെ വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു അഭിപ്രായം. അപ്പൊ ഒരു പേഷ്യൻസും അതുപോലെ തന്നെ ഒരു സ്റ്റേബിൾ ഇൻകം ഒക്കെ ആവുമ്പോൾ ഒരു ക്ലാസിക്കൽ ലെവലിലേക്ക് പോകുന്നത് കുറച്ച് ഉചിതം തന്നെ ആയിരിക്കും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഞാൻ ആദ്യം ഈ മേഖല സംസാരിച്ചു തുടങ്ങിയപ്പോ എല്ലാരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്താൽ പോരെ, ഇതൊക്കെ എന്തിനാ വെളി പറഞ്ഞത്? ഞാൻ പറഞ്ഞ അതിനകത്തൊരു സത്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഡോക്ടറെ ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്, നമുക്ക് സമയം അതിന്റെ ഓക്കെ, ജെയിംസ് പോൾ ഡോക്ടർ, രണ്ട് ഡോക്ടർ. ഓക്കെ, അടുത്തത് ഡോക്ടർ സരിത് കുമാർ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. ഡോക്ടർ സരിത് കുമാർ. ഞാന് ഹ്യൂമൻ ഡോക്ടറിന്റെ ആശയത്തെ വെച്ച് പറയല്ല, നമ്മൾ ഒരുപാട് വലിയ ഇന്റർനാഷണൽ സെമിനാറുകൾ നടക്കുമ്പോൾ പ്രഗത്ഭന്മാരായ ആളുകളെല്ലാം വന്നിട്ട് സിംഗിൾ മെഡിസിൻ ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അവര് പലരും അവരുടെ ക്ലിനിക്കുകളിലൊക്കെ വെച്ച് താങ്ങുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും കാലം നടന്നിട്ട് ഒരു പൊതുവേദിയിൽ ഇങ്ങനെ ഒരു കാര്യം വന്ന് തന്റെ കൂടി ഞാൻ ഇതാണ് ചെയ്യുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞത്. അതിന്റെ ശരിതെറ്റുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ മെഡിസിൻ കൊടുക്കാം. ഉറപ്പില്ല, പേഷ്യന്റ് പോകുന്ന ഒരു കണ്ടീഷനൊക്കെ വരികയാണെങ്കിൽ വേണ്ടി വന്ന 2-3 മരുന്നൊക്കെ ഞങ്ങളുമൊക്കെ ഇവിടെ കൊടുക്കാറുണ്ട്. പക്ഷേ അതൊക്കെ 2-3 മരുന്നുകൾ പല ഇന്റർവൽ സമയത്താണ് കൊടുക്കാറുള്ളത്. ഒരു ടിഞ്ചർ കാണും, ചിലപ്പോൾ ഒരു പൊട്ടൻസി കാണും, ചിലപ്പോൾ ഒരു 6X, ഇങ്ങനെ 3 രീതിയിലൊക്കെയാണ് നമ്മളൊക്കെ ഇവിടെ കൊടുക്കുന്നത്. പക്ഷെ ഇതൊരു പുതിയ അറിവാണ്, ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതൊരു സാറിന്റെ കണ്ടെത്തലുകളാണ്. അതിനെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കൂട്ടിപ്പിടിക്കാവുന്നത് ഹനുമാന്റെ വിസിഷൻ ഓൾറെഡി ഹൈ ആൻഡ് മിഷൻ എന്ന് പറഞ്ഞാൽ അസുഖം ഭേദമാക്കുക എന്നുള്ള ഒരു പോളിസി ആയിരിക്കാം ഡോക്ടർ ഫോളോ ചെയ്യുന്നത്. വരുന്ന രോഗിയെ ക്ലിനിക്കിൽ ഇരുത്തി തന്നെ അസുഖം കുറച്ചു വിടുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ വരുന്ന രോഗിക്ക് നമ്മൾ ഹനുമാൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണോ അതോ ഒരു മരുന്ന് കൊണ്ടാണോ 2 മരുന്ന് കൊണ്ടാണോ അവർ നോക്കുന്നില്ല. അപ്പം വയറുവേദനയായിട്ട് വരുമ്പോൾ അവന്റെ വയറുവേദന കുറയുന്നുണ്ടെങ്കിൽ അവനത് ആശ്വാസമാണ്. അപ്പം അവനൊരു യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നവൻ, മൂത്രം ഒഴിക്കാൻ വിഷമിച്ച് വരുന്നവന് നമ്മുടെ ഒരു മരുന്ന് കൊണ്ട് അവന് പെട്ടെന്ന് കുറയുമെങ്കിൽ അതും ആശ്വാസമാണ്. പക്ഷെ ഈ പറയുന്ന ഈ പ്രിൻസിപ്പിളിന്റെ തത്വങ്ങള്, ഹോമിയോപ്പതി തത്വങ്ങള്, അത് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് നമ്മൾ വലിയ വീരവാദം നമ്മൾ ആ കാര്യങ്ങളിൽ അടിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. രോഗിക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ അടുത്ത് രോഗികൾ വരുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് അത് വരാൻ പറ്റും. ഈ സാറ് പറഞ്ഞ അനുഭവങ്ങള് അത് പ്രധാനമായിട്ടും സാറിന്റെ അനുഭവങ്ങളാണ്. സാറിന് അത് വിജയശതമാനം ഉള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള ഒരു പൊതുവേദിയിൽ അദ്ദേഹം ഒന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് കൊടുത്തു നോക്കാം എന്നും വിചാരിക്കുന്നുണ്ട്. നമുക്ക് അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തില് ഒരു ഗതിയില്ലാത്ത അവസരങ്ങളിൽ അത് പ്രയോജനം നോക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ആ തന്റെ ഇടമാണ് വേണ്ടത്. സെമിനാറിന് വന്നിട്ട് സിംഗിൾ മെഡിസിൻ കൊടുക്കുന്നെന്ന് പറയുകയും അവരുടെ തന്നെ പല പ്രിസ്ക്രിപ്ഷൻ എൻ്റെ അടുത്തും വന്നിട്ടുണ്ട്, ടിഞ്ചറും എല്ലാം കൂടെ കൊടുക്കുന്നതായിട്ട് എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതിയുണ്ട്, നമുക്ക് 10 മണി കഴിഞ്ഞു. ഡോക്ടർ ജെയിംസ് പോൾ സാർ കൂടെ സംസാരിക്കാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാർ സംസാരിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ അലോവിങ്. എനിക്ക് പറയാനുള്ളത്, ഞാൻ പടിയാർ കോളേജിലാണ് പഠിച്ചത്, ഗുരുകുല വിദ്യാഭ്യാസം, മാർക്കറ്റ് റോഡിലുള്ള പഴയ സ്ഥലത്ത്. അപ്പൊ ഞാൻ മൈക്കത്തു നിന്നാണ് വന്നുകൊണ്ടിരുന്നത്. ഒരു ജൂലൈ മാസത്തിലാണ് കോളേജ് ആദ്യമായിട്ട് തുറക്കുന്നത്, ഫസ്റ്റ് ഇയർ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹോമിയോപ്പതി എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ വന്ന ഒരാളാണ്. ഏതായാലും എനിക്ക് ജലദോഷം വന്ന് സ്വന്തമായി ചികിത്സ വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരു അധ്യാപകനെ സമീപിച്ച്. എനിക്ക് കുറച്ച് ജലദോഷം, 2 ദിവസം ഇങ്ങനെ മഴ തുടർച്ചയായിട്ട് നനഞ്ഞതിൻ്റെ. അപ്പോൾ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതി, ബെൽഡോണ ബ്രയോണിയ ബെല്ലിസ്പെർണീസ്. വേറൊരു സെറ്റിൽ ഇങ്ങനെ എഴുതിയ റോഡോഡെൻഡ്രോൺ റെസ്റ്റോക്സ്, അങ്ങനെ 2-3 വരുന്നു. ഇത് വേണ്ട ഫാർമസി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഫാർമസി കൊണ്ടെടുത്ത് ഞാൻ നോക്കി നിൽക്കുക, ഒരു സ്ലാബിലേക്ക് 2 സെറ്റ് പൊടിയിട്ട് അതിലേക്ക് ഈ പറഞ്ഞ പോലെ 3 മെഡിസിൻസ് ഒഴിച്ച് അതിൽ ഓരോ പൊടിയും 4 ആയിട്ട് പകുത്ത്
അങ്ങനെ 4 പൊതി, ഒരു സെറ്റ് 4 പൊതി, അത് 2 പാക്കിൽ ഇട്ടിട്ട് 2 മണിക്കൂർ ഇടവിട്ട് മാറി മാറി കഴിച്ചോ എന്ന് പറയും. ഏതായാലും ഞാനത് കഴിച്ചില്ല. ഞാൻ വൈകുന്നേരം നാട്ടിൽ പോകുന്ന വഴി അവിടെ ഒരു പഴയ ആളിരിപ്പുണ്ട്, കുഞ്ചെറിയാന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഞാൻ പറഞ്ഞു ഇന്ന പോലുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്, ശരീരവേദനയുണ്ട്, തൊണ്ടവേദനയുണ്ട്, അത് എല്ലാം പറഞ്ഞു. അദ്ദേഹം ഞാൻ നോക്കിയിരിക്കുക, മേശപ്പുറത്ത് കുറച്ച് മരുന്നുണ്ട്, ഒരു സ്ലാബ് എടുത്തിട്ട് കുറച്ച് പൗഡർ എടുത്തിട്ട് ജൽസീമിയം 200 എടുത്ത് തന്ന 4 പൗഡർ, ഇത് കഴിച്ചോളാം. ഞാനത് അപ്പം തന്നെ കഴിച്ചു. രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചു. നേരം വെളുത്തപ്പോൾ എനിക്ക് സുഖം കിട്ടി. ഇതാണ് ആദ്യത്തെ വേറൊരാളിൽ നിന്ന് ഞാൻ ഹോമിയോ പ്രിസ്ക്രൈബ് ചെയ്ത് മരുന്ന് കഴിച്ച ആദ്യത്തെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഏതായാലും ഞാൻ എന്നും ഫോളോ ചെയ്യുന്ന ആ രീതി തന്നെയാണ് തുടക്കം മുതലേ. എന്ന് പറഞ്ഞാൽ എല്ലാ കേസും 100% വിജയമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ സിംഗിൾ റെമഡിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ. ഞാൻ സിംഗിൾ ഡോസ് അക്യൂട്ട് കേസിന് എൻ്റെ സുഹൃത്തുക്കളിലും സഹപാഠികളിലും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. പ്രഫുൽ വിജയക്കർ വരുന്നതിന് തന്നെ അക്യൂട്ട് കേസിന് സിംഗിൾ ഡോസ് കൊടുത്ത് ഞാൻ ഫലം കണ്ടിട്ടുണ്ട്. KK ജോസ്, DMO ആയിട്ടിരുന്ന CL തോമസ്, അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ സ്വയം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഒരു HARSAB 200 കൊണ്ട് ഒരു കോൾഡ് അവിടെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോഴും അത് പരീക്ഷിക്കുന്നുണ്ട്. ഫ്രഷ് കേസ് ആണെങ്കിൽ ഒരു ഒറ്റ ഡോസ് കൊടുത്തിട്ട് ഞാൻ പേഷ്യനെ വിടുന്നുണ്ട്, ബാക്കി പ്ലാസ്റ്റിക് കൊടുത്ത് വിടുന്നുണ്ട്. അതെല്ലാം വിജയം കണ്ടിട്ടുമുണ്ട്. എല്ലാം വിജയം എന്നല്ല, 100% അല്ല. പക്ഷെ നമ്മള് ആ ഹോമിയോപ്പതിയുടെ എസൻസ് വിടരുത്, കൈവിടരുതെന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. ഇന്നത്തെ ഈ ഡിസ്കഷൻ നമുക്ക് പിന്നീടും തുടരാവുന്നതാണ്. ഹാൻഡ് റൈസ് ചെയ്യുന്നവരെ എല്ലാം സമയത്തിന്റെ പരിമിതി മൂലം നമ്മൾ പിന്നീട് പരിഗണിക്കുന്നതാണ്. ക്ഷമിക്കുക. സാറ് പറഞ്ഞത്, ജെയിംസ് പോൾ സാർ അവസാനം പറഞ്ഞതുപോലെ ഹോമിയോപ്പതിയിൽ എന്നും ഒരു ഫിലോസഫി ഉണ്ട്. ഹനുമാൻ നമുക്ക് പകർന്നു തന്നൊരു ഫിലോസഫി ഉണ്ട്. അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് കൂടുതൽ എല്ലാവരും പറഞ്ഞു വരുന്നത്. അതെ, അതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും നമുക്ക് തുടരാവുന്നതാണ്. ഞാൻ ഡോക്ടർ മനോജിനെ ഹ്യൂബർട്ട് സാറിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. എന്തായാലും നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ മിതത്വം പാലിക്കുക, പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ശരിക്കും ഒരു ഡിസൈപ്പിളിന്റെ ജോലി എന്ന് പറയുന്നത്. ഒബേ ദ മാസ്റ്റർ, ഫോളോ ദ മാസ്റ്റർ എന്നായിരിക്കണം. അല്ല അതിനെതിരെ നടന്നു വരുന്ന ഒരാളല്ല ഡിസൈപ്പിൾ എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ ആരുടെയും കുറ്റമല്ല, മനസ്സിലാക്കണം. അവിടെ നിന്ന് ഉത്തരേത് ആത്മാനം അവസാദയത്, ആത്മാവിനെ ഉദ്ധരിക്കപ്പെടണം, ശരിക്കും ഇമ്പ്രൂവ് ചെയ്യണം. അതാണ് വേണ്ടത്. അല്ല പുറകോട്ട് പോകുന്നതല്ല. പുറകോട്ട് പോയിട്ട് അതാണ് ശരി എന്ന് പറയുന്നതല്ല. എനിക്ക് 100% അങ്ങേയറ്റം വേദനയുണ്ട്, എതിർപ്പുണ്ട്. നമുക്ക് പറ്റില്ലായിരിക്കും, പക്ഷെ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് ദയവേതാരും പറയരുത്. എനിക്കിന്നൊരു അപേക്ഷയോട് കൂടി ഈ പറഞ്ഞ പോലെ സധൈര്യം ഇത്തരങ്ങൾ ഏറ്റെടുത്ത ഡോക്ടർ ഹ്യൂബർട്ടിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. ഹ്യൂബർട്ട് സാർ, തുടർന്നും ഇതേപോലുള്ള ചർച്ചകൾ സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ഞങ്ങളോട് കൂടെ ആങ്കറിങ്ങിനും മറ്റ് ചർച്ചകൾക്കും പങ്കെടുക്കണമെന്ന് വളരെ സന്തോഷത്തോടെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഒരു സെഷനുമായി കാണുന്നതുവരെ ധനേഷ് ഡോക്ടർ സംസാരിക്കുന്നുണ്ട്. ധനേഷ് സാർ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ സാർ. വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ് ഈ വേദിയിൽ ഉണ്ടായത്. എന്തായാലും നാളത്തെ പ്രോഗ്രാം അനൗൺസ് ചെയ്യാനാണ് ഞാൻ വന്നത്. നാളെ നമ്മുടെ 8 മണിക്ക് ഡോക്ടർ ശ്രീനിവാസൻ എത്തുന്നു. 9 മണിക്ക് ഭദ്രൻ ഡോക്ടർ സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് എത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു ഡോക്ടർ ധനേഷ്. ഡോക്ടർ ഹ്യൂബർട്ട്, താങ്ക് യു സോ മച്ച്. നന്ദി. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി. താങ്ക് യു സർ. താങ്ക് യു.